പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ രാത്രിക്കായി എളിയദാസൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കരിസ്മ ക്രൂസൈഡിൽ കർത്താവിൻ്റെ തിരുവചനമായിട്ട് നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഭാഗ്യമായി പദവിയായി കാണുന്നു. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച പ്രിയ രായ്ച്ചാന്, ബിനാൻറ്റി, ജിബിന്, മറ്റേ ഇവിടെയുള്ള ദൈവദാസന്മാർ, എൻ്റെ വാത്സല്യ സഹപ്രവർത്തകർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്തൃനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ ക്രൂസൈഡിലും കരിസ്മ കൺവെൻഷനിലും കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദൈവം ഇടയാക്കുന്നു. അതിനുശേഷം കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പവർവേഷനിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുമിക്കുവാൻ ദൈവം സഹായിച്ചു. ആ എല്ലാ ബന്ധങ്ങൾക്കായും അനുഭവങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരിസ്മയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണോ എന്ന് തോന്നുന്നു LED വോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലേ? ഏതായാലും LED വോള് നല്ലതായിരുന്നു. നിങ്ങളെ അതിനകത്ത് സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഒരു LED വോള് വേണം, പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ ഈ സിസ്റ്റം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം, അതും കോവിഡിൻ്റെ സമയത്തുണ്ടായ അപ്ഗ്രഡേഷനാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ബിജു ദാനിയേൽ ബ്രദർ എന്നെ നോക്കി ചോദിച്ചു, ഇത് നമുക്കും വേണ്ടായോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്കും വേണം. നിങ്ങൾ ഞങ്ങളെ കൂടെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവദാസന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം ഓർക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന ഒരു കൊച്ചായുസ്, ഈ ആയുസ്സിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾ, ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ക്രിസ്തീയ സ്നേഹങ്ങൾ, കർത്താവെ അവരോടായി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാർ, സഭകൾ, തിരുവല്ല പട്ടണത്തിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന പ്രയർ സെൻറ്റർ, ദൈവദാസൻ, കുടുംബം, ജിബിന്, എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ ദൈവദാസന്മാർ, കൊയറംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവർ ഏവരെയും ഓർക്കുന്നു. രാത്രി ഇവിടെ ആയിരിക്കുന്ന കർത്തദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് ദൈവമേ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, തിരുവചനത്തിൻ്റെ ചുറ്റാകെ ഞങ്ങളായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം മുതൽ ലൂക്കോസ് വരെയുള്ള 2 സുവിശേഷങ്ങളിലൂടെ കർത്താവ് സന്ദർശിച്ച ഭവനങ്ങളെയാണ് നാം ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സന്ദർശിച്ച ഭവനങ്ങൾ, ആ ഭവനങ്ങളെ നമുക്ക് ഒന്ന് ധ്യാനിക്കാം. പുസ്തകങ്ങളെ ആവോളം തുറക്കാം. ദൈവം സഹായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത് അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം. ദൈവദാസൻ ക്രിസ്റ്റഫർ ഇവിടെ ഉണ്ട്. തന്നെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളെ കാണുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഗലീലയിലെ കാനാവാണ്. അതുകൊണ്ട് ഒരു പക്ഷേ മറ്റ് കാനാവ് കാന എന്ന് പറയുന്ന സ്ഥലങ്ങൾ കാണാമായിരിക്കും. ചില സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്, ചില സ്ഥലപ്പേരുകൾ. അപ്പം അതുപോലെ ഇവിടെ പറയുന്നു, ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിൻ്റെ 3-ാം നാൾ എന്ന് നാം കാണുന്നുണ്ട്. 3-ാം നാൾ. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 21:29 കാണുന്നു പിറ്റേന്നാൾ. കണ്ടോ? പിറ്റേന്നാൾ. 35 കാണും. പിറ്റേന്നാൾ എന്ന് പറയുമ്പോൾ 2 ദിവസമായില്ലേ? യോഹന്നാൻ 1:35 കാണുന്നു പിറ്റേന്നാൾ. വീണ്ടും 1:43 കാണുന്നു പിറ്റേന്നാൾ. അപ്പം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു 3-ാം നാൾ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷകൻ ഒരു പക്ഷേ
ഒരു ക്രോണോളജിക്കൽ ഓർഡറിനപ്പുറത്ത് ഒരു തിയോളജിക്കൽ കൺസെപ്റ്റ് ആയിരിക്കാം അവിടെ ഉദ്ദേശിക്കുക. ക്രോണോളജിക്കലി പിറ്റേന്നാൾ എന്ന് പറയുന്നതിനപ്പുറത്ത് മൂന്നാം നാളെന്ന് പറയുന്നത് ഒരു തിയോളജിക്കൽ കൺസെപ്റ്റാണ്. മൂന്നാം നാൾ പ്രതീക്ഷയുടെ ഒരു ദിവസമാണ്. യോനായെ മത്സ്യം വിഴുങ്ങി. ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് ഇച്ചിരി ഉതറി മാറിപ്പോയതാണ്. പക്ഷേ വിഴുങ്ങിയ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത് എത്രാം ദിവസമാണ്? മൂന്നാം ദിവസം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. എത്രാം ദിവസം ഉയർത്തെഴുന്നേറ്റു? മൂന്നാം ദിവസം. അപ്പോൾ മൂന്നാം നാൾ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ, ദൈവിക ഇടപെടലിൻ്റെ, ദൈവിക വിടുതലുകൾ കാണുന്നതിൻ്റെ ഒരു ദിവസമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. യേശു സന്ദർശിച്ച ഒരു ഭവനം ഒരു കല്യാണ വീടാണ്. ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്. അവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു എന്ന് കാണുകയാണ്. 2018 വെള്ളപ്പൊക്കം, ഭീകരമായ പ്രളയം കഴിഞ്ഞപ്പോൾ പ്രളയത്തിൽ മൊത്തം മുങ്ങിപ്പോയ ഒരു ഭവനം. ആ ഭവനത്തെ എളിയദാസിന് അതിന് ശേഷം സന്ദർശിച്ചപ്പോൾ അവരത് ഭവനമൊക്കെ വൃത്തിയാക്കുന്നു. മുങ്ങിപ്പോയ, വെള്ളത്തിൽ നനഞ്ഞു പോയ സാധനങ്ങളൊക്കെ ഉണങ്ങുന്നു. പക്ഷേ ആ പ്രിയര് അവിടുത്തെ മകളുടെ വിവാഹമായിരുന്നു. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് പ്രളയം വരിക. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ കല്യാണം നടക്കണം. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ അവരോട് ചോദിച്ചു, കല്യാണ കാര്യങ്ങളൊക്കെ എന്തായി? ആ കുടുംബം എന്നോട് പറഞ്ഞൊരു മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഒത്തിട്ടില്ല, അപ്രതീക്ഷിത വെള്ളപ്പൊക്കം, വീടൊക്കെ വൃത്തിയാക്കും. പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഒരു ദിവസം ഉപവസിച്ചു, ഒരു കുറി യേശുവിനെ ക്ഷണിച്ചു. ഞാൻ നോക്കിയപ്പം ടീപ്പോയിൽ ഒരു കുറി ഇരിപ്പുണ്ട്, ടു ജീസസ് എന്ന് എഴുതിയ ഒരു കുറി. നല്ലതായിട്ട് തോന്നി. ആരെ ക്ഷണിച്ചു? യേശുവിനെ ക്ഷണിച്ചു. അപ്പോൾ നമ്മുടെ വീടുകളിൽ വിവാഹത്തിന് ക്ഷണിക്കപ്പെടേണ്ട ആദ്യത്തെ വ്യക്തി ആരാ? യേശു. ഇനിയും കല്യാണം നടക്കാൻ പോകുന്ന മക്കളെ, കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ക്ഷണിക്കണം. കുടുംബം ഒരുമിച്ച് ആരെ? യേശുവിനെ ക്ഷണിക്കണം. യേശുവിനെ മാത്രം പോരാ, യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയാറുണ്ട്. ഏറ്റവും ഒടുവിൽ ക്ഷണിക്കപ്പെടേണ്ടവരല്ല ദൈവദാസന്മാർ. നോക്കൂ, അവിടെ പറയുകയാണ് യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിൽ വീഞ്ഞ് പോരാതെ വരികയാൽ ഒരു വിനീതമായ അപേക്ഷ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രഥമമായ ഒരു വ്യത്യാസങ്ങളൊന്ന്, മനുഷ്യർക്ക് മാത്രമേ ചിരിക്കാനൊക്കത്തുള്ളൂ. മൃഗം ചിരിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു പട്ടി നിങ്ങൾ പോകുമ്പോൾ, തെരുവ് പട്ടി നിങ്ങളെ നോക്കി ചിരിച്ചാൽ അപ്പോഴേ നിങ്ങൾ ഫ്ലാറ്റാകത്തില്ലേ? നിങ്ങൾ രാവിലെ പശുവിനെ കറക്കാൻ ചെല്ലുമ്പോൾ പശു ചിരിക്കുകയാണ്, അന്നേരം അമ്മച്ചി മയങ്ങിപ്പോകത്തില്ലേ? അപ്പം മനുഷ്യന് മാത്രമുള്ള കഴിവാണ് എന്ത് ചെയ്യുക? ചിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ എളിയവൻ വലിയ മനഃശക്തിയൊന്നും ഉള്ളവനല്ല. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ മുഖം വീർപ്പിച്ച് എന്നെ കാണിക്കരുത്. അങ്ങനെ വീർപ്പിച്ച് കാണിച്ചാൽ എനിക്ക് കിട്ടുന്നൊരു സന്ദേശമുണ്ട്, ഇറങ്ങിപ്പോടാ, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളതാണ്. കാരണം എൻ്റെ ചർച്ചിൽ ഒരപ്പച്ചനുണ്ടായിരുന്നു. ആ നടന്ന സംഭവം ഞങ്ങൾ കഥ പറയും, നടന്നത് പറയും. പക്ഷേ എൻ്റെ സഭയിലെ അപ്പച്ചൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. പ്രസംഗം കേൾക്കുമ്പോൾ, മരിച്ചുപോയി, 104-ാമത്തെ വയസ്സിൽ. പ്രസംഗം കേൾക്കുമ്പോൾ സന്തോഷം കൂടിയാൽ അപ്പച്ചൻ പറയും, ബലേ ഫേഷ് ഗ്ലോറി, അങ്ങനെ തന്നെ, ആമേൻ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഒരു ഡോക്ടർ പ്രസംഗിക്കുകയാണ്, അദ്ദേഹത്തിന് ഞാൻ പരിഭാഷപ്പെടുത്തുകയാണ്. 3/4 മണിക്കൂർ കൊടുത്തു പ്രസംഗത്തിന്, പരിഭാഷ ഉൾപ്പെടെ. ഞാൻ നല്ല പ്രസംഗം തുടങ്ങി. 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നൗ ഐ ആം കൺക്ലൂഡിങ് മൈ മെസ്സേജ്, ഇഫ് ഗാഡ്സ് വിൽസ് നെക്സ്റ്റ് ടൈം ഐ വിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, താൻ എന്തോ പണിയാണ് കാണിച്ചത്? 40 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ കയറിയപ്പം തൊട്ട് അപ്പച്ചൻ പറയുക, ഇരിക്കടാ പോടാ. പുള്ളി പറഞ്ഞത് ബലേ ഭേഷ്, അങ്ങനെ തന്നെ എന്നാ. സ്റ്റേജിൽ ഇരുന്ന പുള്ളിക്ക് തിരിഞ്ഞത് പോടാ ഇറങ്ങി പോടാ. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഒരു അപേക്ഷയുണ്ട്, ഒന്ന് സന്തോഷമായിട്ടിരിക്കണം.
മുഖം വീർപ്പിച്ച് കാണിക്കരുത്. അല്ലെങ്കിൽ പിന്നെ കണ്ണടച്ച് പ്രസംഗിക്കുന്ന ഉപദേശിയായിരിക്കണം. ഇവൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ടും റെസ്പോണ്ട് ചെയ്തും ഒക്കെ ഇരിക്കാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ അവിടെ ഒരു കുറവുണ്ടായി. ആ കുറവ് ആദ്യം അറിഞ്ഞത് ആരാണ്? അമ്മയാണ്. ഈ അമ്മ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം, ഒരു സങ്കല്പം പ്രത്യേകമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമുണ്ട്. എല്ലാ കുറവും ആദ്യം അറിയാൻ കഴിവുള്ളത് ആർക്കാ? അമ്മയ്ക്കാണ്. മിടുക്കൻ അച്ചായനാണെങ്കിലും അച്ചായൻ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ആദ്യം പിടിക്കുന്ന ആരാണ്? അമ്മയാണ്. പിടിക്കൂ അമ്മ, പൊക്കുക അയാളെ, മനുഷ്യ ചവിട്ടി കൂട്ടുമെന്ന് പറയും. അമ്മ ഭയങ്കര സാധനമാണ്. എല്ലാം കണ്ടുപിടിക്കുന്ന മക്കളെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അറിയുന്ന ആരാ? അമ്മയാണ്. അതാണ് അമ്മ. ഇവിടെ ഒരു വീടിൻ്റെ പോരായ്മ ആരറിഞ്ഞു? അമ്മയറിഞ്ഞു. അമ്മ അറിഞ്ഞ ഒരു ഗുണമുണ്ട്. അത് വേറെ ആരോടും പറഞ്ഞില്ല. ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശുവിനോട് പറഞ്ഞപ്പോൾ ഇച്ചിരി മടിപ്പിക്കുന്ന ഒരു ഉത്തരം തോന്നുന്നുണ്ട്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താണ്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നാഴിക എന്നുള്ളൊരു പദം യോഹന്നാനി കാണിക്കുന്നത് മരണത്തെയാണ്. തെളിവ് യോഹന്നാൻ 13:1 നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. അപ്പം അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തെന്നത് മരണത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ശുശ്രൂഷ ഒരു സുഖകരമായ കാര്യമല്ല. ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് മരണം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അത് ഒരു പക്ഷേ അഭിനവ സുവിശേഷകർക്ക് അറിയില്ലായിരിക്കാം. അവർക്ക് പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു പെർഫോമൻസാണ്. പ്രവചിക്കുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ TV ഒക്കെ ക്യാമറ ശരിക്ക് പിടിക്കാൻ പറയുന്നവരുണ്ട്. എന്തിനാ? അറിയാൻ. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുക, മരണത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. സ്ത്രീ എന്ന് പറയുന്ന പദം അവിടെ മോശപ്പെട്ട ഒരു കാര്യമല്ല. കാരണം സ്ത്രീയുടെ സന്തതി അവൻ്റെ തല തകർക്കും. അപ്പോൾ അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ഒന്ന് പറഞ്ഞ്, എന്ത് കൽപ്പിച്ചാലും എന്ത് ചെയ്യണം? ഇതാണ് ആ വീടിൻ്റെ പ്രത്യേകത. അവിടെ അമ്മ പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യണം, ഇതൊക്കെ പറഞ്ഞാലും അവൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്ത് ചെയ്യണം? ചെയ്യണം. ഉറക്കെ പറഞ്ഞ്, യേശു കൽപ്പിച്ചത് ചെയ്യണം. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന എത്ര കൽപ്പാത്രം? 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. 6 എന്നുള്ള സംഖ്യാശാസ്ത്രത്തിൽ 6 അപൂർണതയുടെ സംഖ്യയാണ്. പൂർണ്ണസംഖ്യ എത്രയാണ്? 7. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഫാൻസി നമ്പർ എടുക്കുന്ന മന്ത്രിമാരൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന പലരുണ്ട്. അവരേത് പുതിയ വണ്ടി എടുത്താലും നമ്പർ 7000 അല്ലെങ്കിൽ 7777. ആരും 666 എടുക്കാറുണ്ടോ? ഇല്ല. പൊതുവേ നമ്മളാരും 666 എടുക്കാറില്ല. 7 എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ യഹൂദൻ്റെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് എത്ര കൽപ്പാത്രം? 6. അർത്ഥം, നമ്മുടെ ശുദ്ധീകരണങ്ങളെല്ലാം അപൂർണങ്ങളാണ്. മാനുഷികമായ സകല ശുദ്ധീകരണ പ്രക്രിയകൾക്കും പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല, ദേഹശുദ്ധി വരുത്താനൊക്കും. എന്നാൽ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന 7ാമത്തെ ഒരു കൽപ്പാത്രമുണ്ട്. അതെന്താണ്? അവിടുത്തെ ചങ്ക് പടയാളി തുറന്നു. അവൻ്റെ വിലാപ്പുറത്ത് അവർ കുന്തം കൊണ്ട് കുത്തി, രക്തവും വെള്ളവും തുറന്നു ഒഴുകി വന്നു. ഇന്ന് ഒഴുകുന്നുണ്ട്. എന്ത് കൽപ്പാത്രം? അവിടെ ഒരു പാത്രമുണ്ട്. നമ്മുടെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട് പുണ്യാഹ രക്തം. പ്രിയരെ, മാനുഷികമായ ശുദ്ധീകരണ പ്രക്രിയകളെല്ലാം തന്നെ പരിമിതിയുള്ളതാകുമ്പോൾ പരിമിതിയില്ലാത്ത ഒരു ശുദ്ധീകരണം തരുന്ന 7ാമത്തെ ഒരു കൽപ്പാത്രമുണ്ട്. 7ാമത്തെ ഒരു പാത്രമുണ്ട്. അത് ചങ്കിലെ ചോരയാണ്. അതുകൊണ്ടാണ് നാം പാടുക, ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരുകയാണ്. 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളിൽ എന്ത് ചെയ്യണം? വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അടുത്തൊരു വാക്ക്, അവരെന്തോരം നിറച്ചു? വക്കോളം നിറഞ്ഞു. വക്കോളം. യേശു പറഞ്ഞു, fill the jars with water, and they filled them up to the brim.
വക്കോളം. വക്കോളം എന്ന് പറഞ്ഞ അർത്ഥം ഇനിയും കുറച്ചുകൂടെ ബാക്കിയില്ല, മൊത്തം നിറച്ചു. യേശു ഒരു കാര്യം പറഞ്ഞാൽ യേശു പറഞ്ഞത് അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? വക്കോളം അർത്ഥം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം. ഹല്ലേലൂയ. അവരെന്തോരം നിറച്ചു? വക്കോളം നിറച്ചു. ആ വാക്കെല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തോരം? വക്കോളം. ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളെ കൈപിടിക്കാൻ കോവിഡിൻ്റെ പ്രോട്ടോക്കോളിൽ കഴിഞ്ഞെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നോക്കിയൊന്ന് പറഞ്ഞേ, എന്തോരം നിറയ്ക്കണം? വക്കോളം നിറച്ചോണം, മാക്സിമം ചെയ്തോണം. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യണം. കൈയടിക്കുകയാണെങ്കിൽ എങ്ങനെ അടിക്കണം? കൈയടിക്കുകയാണെങ്കിൽ എങ്ങനെ അടിക്കണം? മാക്സിമം ശക്തിയോടെ അടിക്കണം. പെന്തക്കോസുകാരായതുകൊണ്ട് അറിയത്തില്ല, എന്നാലും പഴയ അപ്പച്ചന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, വെറ്റിലെ ചുണ്ണാമ്പ് പുരട്ടുന്ന പോലെ ഒരിക്കലും എന്ത് ചെയ്യരുത്? കൈയടിക്കരുത്. നമുക്ക് പിന്നെ വെറ്റില കണ്ടിട്ടില്ലല്ലോ, ചുണ്ണാമ്പും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും കൈയടിക്കുകയാണെങ്കിൽ എങ്ങനെ അടിക്കണം? മാക്സിമം അടിക്കണം. പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ ഇവിടെ ഏറെ പേരെയും കാണും. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെയല്ല, കഴിഞ്ഞ വർഷമല്ല, ഒരു 10 വർഷമോ 15 വർഷമോ മുമ്പ് ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എന്തോണ്ട് വിശേഷം? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കും. നിനക്കെന്താ പറ്റി? ഒന്നും പറ്റിയില്ല, പിന്നെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമായതിൻ്റെ ലക്ഷണം എന്തായിരുന്നു? തൊണ്ടയടയ്ക്കുമായിരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി തൊണ്ടയടച്ചവരൊന്ന് കൈ പൊക്കാമോ? പൊക്കുന്ന ഇല്ല പൊക്കി. അതാണ് കുഴപ്പം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയാൽ ഇത്രയും പേരേ ഉള്ളൂ, 4-5 പേരേ ഉള്ളൂ കരിസ്മയിൽ ഉള്ളോ. തൊണ്ടയടച്ച പോലെ ആരാധിക്കണം. പിന്നെ അല്ല, ഒന്ന് കൈയട്ടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എന്തോരം പൂർണ്ണ ശക്തിയോടെ സ്തുതിക്കണം, പൂർണ്ണ ബലത്തോടെ വക്കോളം കൈയടിച്ച് സ്തുതിക്കാവുന്നവരെല്ലാം കൈയടിച്ച് സ്തുതിച്ച്, ആർപ്പോടെ സ്തുതിക്കാവുന്നവർ ആർപ്പോടെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുൻപോട്ടു തന്നെയോ എൻ വീരു ആർപ്പോടു നിന്നെ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദീനായി. ലഭിക്കും നിശ്ചയം വിരുദനിക്കും, ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു, ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു, ദൂതന്മാരുടെ മധ്യത്തിൽ. നോക്കണം, എന്തോരം നിറച്ചു? വക്കോളം നിറച്ചു. ടിൽ ദ ബ്രിം. എത്രയും ചെയ്യാമോ അത്രയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ മാക്സിമം സന്തോഷത്തോടെ, മാക്സിമം ശക്തിയോടെ, ഫുൾ എനർജറ്റിക്കായിട്ട്, മാക്സിമം ഇൻപുട്ടിട്ട് കർത്താവിന് വേണ്ടി ചെയ്താലേ കാനാവിലെ അത്ഭുതം കാണാൻ കഴിയുകയുള്ളൂ. കാനാവിലെ അത്ഭുതം കാണണമെങ്കിൽ മാക്സിമം മാക്സിമം മാക്സിമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് കൈ അടിച്ച് സ്തുതിച്ച്, ഒരാൾ പോലും കൈ അടിക്കാതിരിക്കരുത്. ഒരു സുഖമുള്ള കാര്യമല്ല. കൈ അടിച്ച് സ്തുതിക്കുമ്പോൾ കൈ അടിച്ച് സ്തുതിക്കണം. ശബ്ദമെടുത്ത ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അവർ വക്കോളം നിറച്ചു. കർത്താവ് പറഞ്ഞു, കോരി നിറപ്പീൻ, കൊണ്ട് കൊടുപ്പീനെന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ചെയ്തപ്പോൾ, വക്കോളം നിറച്ചു കൊണ്ട് കൊടുത്തപ്പോൾ
മേത്തരമായ വീഞ്ഞായിട്ട് കാണുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെ ചെന്ന ഒരു കാര്യമുണ്ട്. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ച് നോക്കിയാറെ മണവാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് പറഞ്ഞു. വിരുന്നുവാഴി ആർക്കാ ക്രെഡിറ്റ് കൊടുത്തത്? വിരുന്നുവാഴി ആർക്കാ ക്രെഡിറ്റ് കൊടുത്തത്? മണവാളിനാണ്. അങ്ങനെയല്ലേ? വിരുന്നുവാഴി മണവാളിനെ വിളിച്ചു. പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് പറ്റും. ക്രെഡിറ്റ് പലപ്പോഴും ദൈവത്തിന് പോകത്തില്ല. ക്രെഡിറ്റ് പലപ്പോഴും പോകണ്ടാത്തവർക്ക് എന്തു ചെയ്യും? പോകും. തെറ്റിദ്ധരിക്കരുതേ. സ്നേഹത്തോട് പറയട്ടെ, കല്യാണം കഴിഞ്ഞു, കുഞ്ഞ് പെട്ടെന്നുണ്ടായി, ആദ്യത്തെ ആനിവേഴ്സറിക്ക് തന്നെ ഒരു കുഞ്ഞിനെ കിട്ടിയെങ്കിൽ വരുന്നവരെല്ലാം പറയും, ഭർത്താവിനെ നോക്കി പറയും, കൺഗ്രാജുലേഷൻസ്. ഭയങ്കര പരിപാടി. എന്താ കാര്യം? കുഞ്ഞുണ്ടായി. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും കൊച്ചുണ്ടായില്ല. 15ാമത്തെ വർഷം ഒരു കൊച്ചുണ്ടായാൽ ക്രെഡിറ്റ് ആർക്ക് പോകും? ഭർത്താവിന് പോവും? ദൈവത്തിന് പോവും? ദൈവത്തിന് പോവും. ദൈവത്തിന് പോവും. പലപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ദൈവത്തിന് പോകത്തില്ല. ഒരാൾ സാക്ഷ്യം പറഞ്ഞാണ്, ഞാൻ തെങ്ങിൻ്റെ മണ്ടയിരിക്കുമ്പം കൈ വിട്ടുപോയി, താഴോട്ട് വന്നപ്പോൾ എനിക്ക് കണ്ടു ഒരു കല്ല് കിടക്കുന്നു. എനിക്ക് മനസ്സിലായി ഈ വരവ് വന്നാൽ ഞാൻ കല്ല് വീഴും. അപ്പം ഞാനെന്ത് ചെയ്തു? വരുന്ന വഴിക്ക് കാല് മടക്കി തെങ്ങിനിട്ടൊരടി കൊടുത്തു. അതുകൊണ്ട് എൻ്റെ തല വന്ന് കല്ലിലടിച്ചില്ല. പിന്നെ താഴോട്ട് വരുമ്പോൾ ഊഞ്ഞാലിൽ നിന്ന് താപ്പോട്ട് വരുമ്പം താഴെ നിന്നൊരു സാധനം മേപ്പോട്ട് കയറും വയറ്റിൽ കൂടെ. നമ്മളാണ് തെങ്ങിൽ നിന്ന് താപ്പോട്ട് വരുമ്പം താഴോട്ട് നോക്കിയത്, പിന്നെ കാല് മടക്കി അടിച്ചത്. നടക്കുന്ന കാര്യമാണോ? അല്ല. ഇനി അടിച്ചെങ്കിൽ പോലും തമ്പുരാൻ അടിപ്പിച്ചെന്നേ പറയാവൂ. ദൈവം കൃപ ചെയ്ത ക്രെഡിറ്റ് വേറൊരാൾക്ക് പോകരുത്. മഹത്വം ദൈവത്തിനേ പോകാവൂ. ദൈവം ചെയ്തതിൻ്റെ എല്ലാ മഹത്വവും ആർക്ക് പോകണം? ദൈവത്തിന് പോകണം. ഇവിടെ ഈ വീടിൻ്റെ അത്ഭുതം നടക്കുകയാണ്. കാനാവിലെ വീട്ടിൽ അത്ഭുതം നടക്കുന്നു. കണക്കുകളെല്ലാം തെറ്റിപ്പോയ ഒരു വീട്ടിലേക്ക് ദൈവം വരികയാണ്. എന്തുകൊണ്ട്? ഈ വീട്ടിൽ യേശു വന്ന് അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്തു എന്ന് കാണുന്നു. അടയാളങ്ങളുടെ ആരംഭമായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അടയാളങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഇന്നും നിലയ്ക്കാത്ത അടയാളങ്ങളായി അത് തുടരുകയാണ്. ഇത് ഞാൻ പറയാനായിട്ട് ഒരു കാര്യമുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന ഈ ഒരു കാര്യം, മിനിഞ്ഞാന്ന് രാത്രിയിൽ എന്നെ തിരക്കിയിട്ട് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് വന്നു. അദ്ദേഹം നല്ലൊരു സഹൃദയനാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. ജാഗ്രത എന്ന് പറയുന്ന പവറൂഷൻ ശുശ്രൂഷയുടെ സ്ഥിരം സാന്നിധ്യമായ അഗാപ്പെ കൗൺസിലിംഗ് സെൻ്ററിലെ ജോൺ ജേക്കബ് സാറ്, അദ്ദേഹം സൈസാർ എന്നറിയപ്പെടും, അദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നു. അദ്ദേഹം വന്നത് തൻ്റെ ഒരു കൺസേൺ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വന്നത്. ആ കൺസേൺ ഇതായിരുന്നു, ചിന്തിച്ചാൽ ശരിയാണ്. അദ്ദേഹം ഒരു 4 നൂറ്റാണ്ടിൽ ഒരു 3 പതിറ്റാണ്ടിലേറായിട്ട് കേരളത്തിൻ്റെ മനഃശാസ്ത്ര ക്രൈസ്തവ ഫീൽഡിലെ നിറസാന്നിധ്യമാണ്. അനുഭവ സമ്പത്ത് ഒത്തിരിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സംഭവം എന്നോട് പറഞ്ഞത് കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രിൻസ്, വാട്ട് ക്യാൻ ബി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സമാന മനസ്കരുടെ സഹായം വേണം. കൺസേൺ ഉള്ളവരുടെ ഒരു കൂട്ടായ്മ വേണം ഈ ഒരു തിന്മയ്ക്കെതിരെ. അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ കാര്യം, ഒരു 10 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വിവാഹ പ്രശ്നങ്ങൾ കുറവായിരുന്നു. വിവാഹ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുത്തിരുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതെൻ്റെ ഇൻഫർമേഷൻ അല്ല, ജോൺ ജേക്കബ് സാർ എന്ന് പറയുന്ന അഗാപ്പെ കൗൺസിലിംഗ് സെൻ്ററിലെ സാറിൻ്റെ വാക്കുകളാണ്. കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി 10 മണിക്ക് ശേഷം അദ്ദേഹം എന്നെ വന്ന് കണ്ട് ഒരു 12 മണി വരെ സംസാരിച്ചൊരു വിഷയമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു 10 വർഷം മുമ്പ് കുടുംബ പ്രശ്നങ്ങൾ ഒരു നിരന്തര കാഴ്ചയല്ലായിരുന്നു. എന്നാൽ അന്ന് കൂടുതലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ തീർക്കാൻ മുൻകൈ എടുത്തിരുന്നത് പെൺകുട്ടിയും വീട്ടുകാരുമായിരുന്നോ ആൺകുട്ടികളും വീട്ടുകാരുമായിരുന്നോ? പ്രശ്നം തീർക്കാൻ മുൻകൈ എടുത്തിരുന്നത് പെൺകുട്ടികളുടെ വീട്ടുകാരും പെൺകുട്ടികളുമായിരുന്നു. പൊതുവേ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പെൺകുട്ടികൾ പിരിയാൻ ഇഷ്ടമില്ലാത്തവരാണ്. എന്നാൽ ഒരു 5 വർഷമായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് മുൻകൈ എടുക്കുന്നതിൽ കൂടുതലും ആരാണ്? ആൺകുട്ടികളാണ്. പിരിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്ന ആരാ?
പെൺകുട്ടികളാണ് മുൻകൈ എടുക്കുന്നത്, വേണ്ടാന്ന് പറയുന്നു. പോകല്ലേ പോകല്ലേ എന്ന് പറയാൻ മുൻകൈ എടുക്കുന്ന ആരാ? ആൺകുട്ടികളാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പെൺകുട്ടികൾ ഫെമിനിസ്റ്റ് തിരുവല്ല, ഞാൻ തിരിച്ചു പോകാൻ ഒക്കുമോ? കല്ലെറിയരുത്. പഴയ താരങ്ങളൊന്നും ഇവിടെ ഇരിപ്പില്ല, എല്ലാവരും കെട്ടിച്ചൊക്കെ വിട്ട് കാണും. മറ്റേ കുറേ ഫ്രണ്ടിലാർ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിലുണ്ട്. എന്ത് ചെയ്യുന്നു എല്ലാവരും? എന്ത് ചെയ്യും? കുറേ പിള്ളേർ ഇവിടെ ഉണ്ട്, എല്ലാവരും പോയി കാണും. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പെൺകുട്ടികൾ മോർ അഗ്രസീവായി. ശ്രദ്ധിച്ചാൽ അറിയാം, മോർ അഗ്രസീവ്. ഇപ്പം പിള്ളേർ കൂടുതലും ട്രൗസർ ഇടുന്ന പിള്ളേരാണ്. ആൺപിള്ളേരാണെങ്കിലും ട്രൗസറൊക്കെ ഇട്ടുകൊണ്ടല്ലേ പോകുന്നത്. അതിനെന്താ പറയുന്നത്? ബർമുഡ പോലെ. ആൺപിള്ളേരുടെ നിക്കറിൻ്റെ ഇറക്കം എവിടം വരെ കാണും? മുട്ടിൻ്റെ അവിടെ കാണും. പെൺപിള്ളേരുടെ നിക്കറിൻ്റെ ഇറക്കം എവിടം വരെ കാണും? പെൺപിള്ളേരുടെ ഞാൻ കാണിക്കാൻ ഒക്കത്തില്ല, സ്റ്റേജ് ആയതുകൊണ്ട്. പെൺപിള്ളേരുടെ ഇറക്കം ഇവിടം വരെ കാണും. പെൺപിള്ളേർ ചെല്ലൊന്നും കമ്മലൊന്നും ഇടത്തില്ല. പക്ഷേ ഈ ആൺപിള്ളേരെല്ലാം മുടി നീട്ടി വളർത്തി കമ്മൽ വിട്ട് ഒരുമാതിരി പെണ്ണുങ്ങളെപ്പോലെ നടക്കുകയാണ്. പെൺപിള്ളേരെല്ലാം ആരായി? അതാണ് കുഴപ്പം. മനസ്സിലായോ? ഈ പെൺപിള്ളേർ മോർ അഗ്രസീവ് ആയിടത്ത് ആൺപിള്ളേർ ഒരുമാതിരി കിണുങ്ങി നടക്കാൻ തുടങ്ങി. കണ്ടിട്ടില്ലേ? ഇപ്പോഴത്തെ ആൺപിള്ളേരെല്ലാം എന്തോ ഇടും? കമ്മലിട്ട്. പണ്ട് ഒന്നായിരുന്നു, ഇപ്പം രണ്ടിട്ടു. മൂക്കുത്തിയും കുത്തും. ഇനി എന്തോ പിരിയം പഠിക്കുന്ന ആൺപിള്ളേരെ കണ്ടു. ആൺപിള്ളേരെ ഇപ്പോൾ പിരിയം വരെ പഠിച്ച് വേണേ എന്തോ വെള്ളം ചെയ്ത് ഇവന്മാരൊരുമാതിരി മുടിയും വളർത്തി കെട്ടിയും വെച്ച് ആരായി? പെണ്ണായി. പെണ്ണോ ബോബൊക്കെ ചെയ്ത് ആരായി? ആണായി. അപ്പോൾ മോർ അഗ്രസീവ് ആയപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുടുംബത്തകർച്ചകൾ കൂടാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തും. 128ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഡിവോഴ്സിൽ ലോകസ്ഥാനത്ത്. അപ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കുടുംബം ഇന്നും വലിയ കാര്യമാണ്. 128ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഡിവോഴ്സിൽ. 1ാം സ്ഥാനം തൊട്ട് യൂറോപ്പൊക്കെ നോക്കുമ്പോൾ യൂറോപ്പിൽ 85 to 90% ഡിവോഴ്സ് റേറ്റ്. 1-2 85 to. ഒന്നാമത്തെ കാര്യം, വിവാഹം വേണമെന്ന് താല്പര്യമില്ല. ഇനി കഴിക്കുന്നവരുടെ പോലും 85 to 95% വിവാഹമോചനത്തിൻ്റെ നിരക്ക്. ആ ഇടയിലോട്ടാണ് ഇവിടുന്ന് എല്ലാം പോകുന്നത്, ഈ കൾച്ചറിലോട്ടാണ്. 85 to 95 ഡിവോഴ്സ് ഉള്ള ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ 1% ഉള്ള ഒരു ലോകത്തു നിന്നാണ് പോകുന്നത്. ഇന്ത്യയുടെ മൊത്തം റേറ്റ് 1%. ഈ 1% ഇന്ന് കേരളത്തിൻ്റെ നോക്കുമ്പോൾ 8% ആയിട്ട് കൂടി. കഴിഞ്ഞ ഈ 5-8 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ഡിവോഴ്സ് റേറ്റ് 350 മടങ്ങാണ് കൂടിയേക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തനിക്കറിയാവുന്ന ഒരു കേസിൽ ഒരു പയ്യൻ, പെന്തക്കോസ്തുകാരനായ ഒരു പയ്യൻ പുനർവിവാഹത്തിന് ഒരു മാട്രിമോണിയൽ റിക്വസ്റ്റ് ഇട്ടപ്പോൾ 2 ദിവസം കൊണ്ട് കിട്ടിയ അപേക്ഷ 400. 2 ദിവസം കൊണ്ട് അപേക്ഷ വന്നത് 1, 2, 10 ഒന്നും അല്ല. എത്ര? ഹി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ആരെ തിരഞ്ഞെടുക്കുമെന്ന്. എല്ലാം കൊള്ളാവുന്ന 400 അപേക്ഷയാണ് വന്നത്. അപ്പം നോക്കണം എങ്ങോട്ട് പോവുക. ഇവിടെയാണ് ഈ വീടിൻ്റെ കണക്ക് തെറ്റിയ സ്ഥലത്തേക്ക് യേശുവിനെ ക്ഷണിക്കേണ്ടതിൻ്റെ ആവശ്യം. മനസ്സിലാക്കണേ, ഗൗരവമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കുഞ്ഞു കളിക്കാൻ സമയമായിട്ടില്ല. 2 ഇൻസ്റ്റിറ്റ്യൂഷനെ ദൈവം സ്ഥാപിച്ചിട്ടുള്ളൂ. ഒന്ന് കുടുംബം, മറ്റൊന്ന് സഭ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കുടുംബം തകർന്നാൽ സഭ തകരും. യൂറോപ്പിൽ ഇന്ന് സഭയില്ല. യൂറോപ്പിലെ സഭകളൊക്കെ ഇപ്പം പോയി കാശ് കൊടുത്ത് വാടകയ്ക്കെടുത്ത് ആരാധിക്കുന്ന ആരാ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ പിള്ളേരാണ്. മിക്ക സഭകളും അവരുടെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം 2-3 അമ്മച്ചിമാരും അപ്പച്ചന്മാരും കാണും യൂറോപ്പിലെ സഭകളിൽ. ഇപ്പം നമ്മുടെ പിള്ളേർ ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് യൂറോപ്പിൽ മിക്കയിടത്തും ഉച്ച കഴിഞ്ഞ് അവരെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തോണേ, 2 ഇൻസ്റ്റിറ്റ്യൂഷനെ ദൈവം സ്ഥാപിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനെയും തകർക്കാൻ പിശാച് ആദ്യം തകർക്കുന്നത് കുടുംബം തകർക്കുക. കുടുംബം തകർന്നോ നാളെ സഭ തകരും. യൂറോപ്പിൽ സംഭവിച്ചു. കുടുംബമില്ല, വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ പറ്റുക? മക്കളില്ല, മക്കൾ ജനിക്കത്തില്ല. മക്കൾ ജനിച്ചില്ല എന്തോ പറ്റൂ? മക്കൾ ജനിച്ചില്ലെങ്കിൽ എന്ത് പറ്റൂ? അടുത്ത ജനറേഷൻ കാണത്തില്ല. ഈ അധ്യയന വർഷം ആരംഭത്തിൽ, ഇതിപ്പോൾ ഫെബ്രുവരി ആയില്ലേ, ജൂൺ മാസത്തിൻ്റെ കണക്ക്
ഈ അധ്യയന വർഷം ജൂൺ മാസം ആരംഭിച്ചപ്പോഴത്തെ കണക്ക് എനിക്കറിയാൻ ലൈവ് ഉണ്ടെന്ന് എല്ലാ ബഹുമാനത്തോടും ആദരവോടും പറയട്ടെ. 6000 കുട്ടികളാണ് പത്തനംതിട്ട ജില്ല. ക്രൈസ്തവ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട ജില്ല. 6000 പിള്ളേരാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. പക്ഷേ മലപ്പുറത്ത് കയറുന്നത് 60,000 പിള്ളേരാണ്. പത്തനംതിട്ടയിലെ പെണ്ണുങ്ങളാരും സഹോദരിമാരും പ്രസവിക്കത്തില്ലേ? കല്യാണം വേണ്ടെന്ന് പറയുന്ന ഒത്തിരി പേര്, കല്യാണം കഴിച്ചാൽ പോലും മക്കൾ വേണ്ടെന്ന് പറയുന്ന ഒത്തിരി പേര്, കണക്കുകൾ തെറ്റിപ്പോകുന്ന ഒത്തിരി പേര്. ഇവിടെയാണ് കുടുംബങ്ങൾ നിലനിന്നില്ലെങ്കിൽ നാളെ സഭ കാണത്തില്ല. കുടുംബങ്ങൾ തകർന്നാൽ സഭ തകരും. കരമുയർത്തി പ്രാർത്ഥിച്ച് 2 ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അറിവിൽ പറയാം. കുടുംബം തകർക്കുന്ന 350 മടങ്ങ്. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല ഈ ദേവിദാസൻ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ. ഐ വാസ് ടോട്ടലി ഡിസ്റ്റർബ്. എന്ത് ചെയ്യാനൊക്കും എന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഒന്ന് സഭയോട് പറയാം, ഗൗരവമായി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളെത്തിയിരിക്കുക. കരമുയർത്തി പ്രാർത്ഥിച്ചേ. വിവാഹമോചനങ്ങൾ ക്വൈറ്റ് കോമൺ ആകുന്ന കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ഒരൊറ്റ ബേസേ ഉള്ളൂ, അത് വചനമാണ്. ഇൻ എവരി കൾച്ചർ, എത്ര പോസ്റ്റ് മോഡേൺ കൾച്ചറിലും വി ഹാവ് എ കൾച്ചർ ദാറ്റ് ഈസ് ബിബ്ലിക്കൽ കൾച്ചർ. ആകാശം ഭൂമി മാറിപ്പോയാലും മാറിപ്പോകാത്ത ഈ വചനത്തെ പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞ് കുടുംബങ്ങൾ തകരല്ലേ. യേശു വരണം. പ്രശ്നങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം. പ്രശ്നങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരു വീട് ലോകത്തില്ല. ഉണ്ടോ? ഇല്ല. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി, ആ വിവാഹ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങൾ അവൾ മനസ്സിലാക്കി അവൾക്കൊരിക്കലും ഒരു കുഞ്ഞ് അമ്മയാകാൻ ഭാഗ്യം ലഭിക്കില്ല. കാരണം ഒരു രോഗം കൊണ്ട് പൗരുഷം നഷ്ടപ്പെട്ട ഒരു പുരുഷനാണ് അവളുടെ ഭർത്താവ്. ഈസിയായിട്ട് അവൾക്ക് വിവാഹമോചനം കിട്ടും. കോടതിയുടെ അടുക്കൽ ചെന്ന് ഈ കാര്യം പറഞ്ഞാൽ കോടതി വിധിക്കും ദാറ്റ് മാരേജ് ഈസ് നൾ ആൻഡ് വോയിഡ്. പക്ഷേ കുട്ടി പോയില്ല. അവൾ അവനെ കുറ്റപ്പെടുത്തിയില്ല. കർത്താവാണ് യോജിപ്പിച്ചതെങ്കിൽ മുട്ടുകുത്തി രണ്ടുപേരും കൂടെ കൈ കോർത്ത് പ്രാർത്ഥിച്ചു. ഒരു ലൈഫ് ലൈൻ ക്ലിനിക്കിലും ട്രീറ്റ്മെൻറ്റ് പോകാതെ ദൈവം അവർക്ക് കൊടുത്ത 2 ആൺകുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യേശുവിനെ വിളിക്കണം, യേശുവിനെ വിളിക്കണം, യേശുവിനെ വിളിക്കണം, യേശുവിനെ വിളിക്കണം. കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് തകരല്ലേ. പൊളിക്കാൻ ദുഷ്ടം നോക്കും, അറക്കാനും മുട്ടിക്കാനും മോഷ്ടിക്കാനും പിശാച് വരുമ്പോ യേശു വന്നത് ജീവൻ തരാൻ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയരെ, അവിടെ കാണുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ആ വീട്ടിൽ വന്നു. യേശു ആ വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ വീഞ്ഞ് മേത്തരമായിട്ട് മാറി. എന്താണ്? പച്ചവെള്ളം തണുത്തുറഞ്ഞതാണ്. പച്ചവെള്ളത്തിന് നിറമില്ല, പച്ചവെള്ളത്തിന് ഒരു രുചി ഉണ്ടെങ്കിൽ പോലും വീഞ്ഞിൻ്റെ സമീപിക്കുമ്പോൾ കമ്പയർ ടു വൈൻ അതിന് ഒരു തണുപ്പാണ്. വീഞ്ഞില്ല, ലഹരിയില്ല, അഥവാ അതെല്ലാം നിറവും ഗുണവും പോയി. പക്ഷേ യേശുവിൻ്റെ വിരൽ സ്പർശനം ഉണ്ടോ, അവിടെ നിറമുണ്ടാകും, ഗുണമുണ്ടാകും, വീര്യമുണ്ടാകും. ഈ രാത്രി എളിവൻ പറയട്ടെ, ഏത് വീട്ടിലേക്കും ക്ഷണിച്ചാൽ വരുന്ന ഒരുവനുണ്ട്, യേശു. ഷഖന, റിഖന, റബന, ഹദന, റിഗന, അംദുനിയ, രഗനിയ, ശഗനിയ, ദഗനിയ, റക്കന. സ്തുതിച്ചാരാധിച്ച് എല്ലാവരും സ്തുതിച്ച്, പുറത്തിരിക്കുന്നവരൊക്കെ കരങ്ങളടിച്ച് സ്തുതിച്ച്. ഈ ശുശ്രൂഷയുടെ ഭാഗമായി വേണം എല്ലാവരും ഇരിക്കാൻ. അകത്തോ പുറത്തോ ആരും അലക്ഷ്യമായിരിക്കരുത്. അത്യാവശ്യ ശുശ്രൂഷകളുടെ ഭാഗമല്ലാത്ത ആരും പുറത്തൂടെ നടക്കരുത്. എല്ലാവരും കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. അരൂപിയായ ദുഷ്ടപിശാച് സഭയെ തകർക്കാൻ എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ കുതന്ത്രം യേശു വരും.
തണുത്തുറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക്, നഷ്ടപ്പെട്ട ആരോഗ്യത്തിലേക്ക്, നഷ്ടപ്പെട്ട ജീവിത സന്തോഷത്തിലേക്ക് വിളിക്കണം യേശുവിനെ. ഒറ്റ വാക്കുകൊണ്ട് പച്ചവെള്ളം വീഞ്ഞായതുപോലെ നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത, ഗുണമില്ലാത്ത വെള്ളം വീര്യമുള്ളതാക്കി മാറ്റാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം യേശുവേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ വീടുകളിലേക്ക്. സ്വോത്രം 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 സ്വോത്രം. Glory, 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 glory. Adana rigana rabana hadana rigala ragaja rabana shagana digana ragaja ragaja dhara rigana ragaja rabana shagana digana ragaja rabana handa ragaja ragana. യേശു വരും. യേശു വന്നാൽ, യേശു വന്നാൽ, യേശു വന്നാൽ, യേശു വന്നാൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണക്കുകൾ തെറ്റിയ ഒരു വീടാണ് ഈ വീട്. വളരെ നാളത്തെ കണക്കൂട്ടുകൾ കൊണ്ടാണ് ഒരു കല്യാണം നടക്കുക, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. അത് ക്രൈസ്തവ യഹൂദ പാരമ്പര്യമാണ്. ക്രൈസ്തവ യഹൂദ പാരമ്പര്യത്തിൽ മിച്ചം വരണം, തൂകിക്കളയരുത്. അപ്പം 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ശേഷം എത്ര കൊട്ട? 12 കൊട്ട നിറച്ചെടുത്തു, തൂക്കിക്കളഞ്ഞില്ല. ഇതാണ് ക്രൈസ്തവ പാരമ്പര്യം. മിച്ചം വരണം, മിച്ചം വരുന്നത് വീട്ടിൽ കൊണ്ടുപോകണം, വീട്ടിൽ കൊണ്ടുപോയിട്ട് അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കണം. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ വീട്ടിൽ പോകുമ്പം, ബന്ധുക്കൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പറയും, ഇടി വൈകിട്ടത്തേക്കിനുള്ളത് കൂടെ എന്ത് ചെയ്യും, കൊണ്ടുപോകാൻ പറയും. അതായിരുന്നു വീട്. അപ്പം അതാണൊരു ക്രൈസ്തവ പാരമ്പര്യം. ഇവിടെ തികയാതെ വന്നാൽ നാണക്കേടാണോ അല്ലയോ? ആണോ? അവിടെ കണക്കുകളൊക്കെ കൂട്ടി തെറ്റിപ്പോയി. പക്ഷേ സകല കണക്കൂട്ടും തെറ്റിയിടത്തേക്ക് യേശു വരികയാണ്. പ്രിയരെ, ഇതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റാം, ആരോഗ്യത്തെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റാം, സാമ്പത്തികത്തെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റാം, സർവോപരി തലമുറകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ കണക്കുകൾ തെറ്റാം. പക്ഷേ കണക്കുകൾ തെറ്റുമ്പോൾ യേശു ഉണ്ടോ, അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. സ്വോത്രം 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 സ്വോത്രം. ഈ രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. സ്വോത്രം 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 സ്വോത്രം. ശബല ഘടക നഗജ റിബന ഹദന റിഗല രഗജ രബന ശഗന ദിഗന രഗജ രബന ഹന്ത രഗജ രബന ശഗന ഹദ്ധന റിഗന. അവിടെ ആ വീട്ടിൽ എൻ്റെ കർത്താവ് വന്ന അത്ഭുതത്തെ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്നും ആ ഭവനം ഓർക്കപ്പെടുകയാണ്. കാനാവിലെ വീട്. രണ്ടാമത് ഒരു വീട് യേശു സന്ദർശിച്ചതായിട്ട് നാം കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത് അധ്യായത്തിലേക്ക് വരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 38-39 വാക്യങ്ങളിൽ കാണുന്നു. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോൻ്റെ വീട്ടിൽ ചെന്നു. ശീമാൻ്റെ അമ്മായിമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. താങ്ക് യു. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. രണ്ടാമത് ഇവിടെ കാണുന്ന ഒരു വീട് ശീമോൻ്റെ വീടാണ്. ശീമോൻ്റെ വീട്ടിലേക്ക് യേശു വന്നു. ശീമോൻ്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ വീട് താളം തെറ്റിക്കാണും. എന്താ കാര്യം ചോദിച്ചാൽ, നമുക്ക് സഹോദരന്മാർക്ക് വീട്ടിലേക്ക് ഒരാളെ ധൈര്യത്തോടെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുവരണമെങ്കിൽ
ഒരു ഗസ്റ്റിനെ വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ വീട്ടിൽ ആര് വേണം? അമ്മ വേണം, വേണ്ടേ? അമ്മ വേണം. ഈ അമ്മ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പിള്ളേരെ സമയത്ത് സ്കൂളിൽ വിടാൻ, എല്ലാ കാര്യത്തിനും അമ്മ ഒരു സാന്നിധ്യമാണ്. അമ്മ കിടന്നു പോയാൽ ആ വീടിൻ്റെ താളം തെറ്റും. ഇവിടെ അമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. അവൾക്ക് വേണ്ടി അവനോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്ക് അവിടെ ഉണ്ട്. 39 വാക്ക്. അവൻ അവളെ എന്ത് ചെയ്തു? കുനിഞ്ഞു നോക്കി. എല്ലാവരും ആ വാക്കൊന്ന് ചേർന്ന് പറഞ്ഞേ. അവൻ അവളെ എന്ത് ചെയ്തു? കുനിഞ്ഞു നോക്കി. നമ്മളൊരു രോഗിയായ വീട്ടിൽ കയറി ചെന്നാൽ കുനിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോരത്തേ ഉള്ളൂ. കുനിഞ്ഞു നോക്കുന്നത് ആരുടെ ശരീരഭാഷയാണ്? കുനിഞ്ഞു നോക്കിയെങ്കിൽ അത് ആരുടെ ഒരു ശരീരഭാഷയാണ്? ഡോക്ടർ രോഗിയെ റൗണ്ട്സിന് ചെന്നു. ഡോക്ടർ എങ്ങനെ നോക്കും? സ്റ്റെത്ത് ചെവി വെച്ചിട്ട് എങ്ങനെ നോക്കും? കുനിഞ്ഞു നോക്കും. അത് ആരുടെ ശരീരഭാഷ? ഡോക്ടറുടെ ശരീരഭാഷ. വൈദ്യനായ ലൂക്കോസ് എഴുതിയപ്പം പറയുന്നു, യേശു കുനിഞ്ഞു നോക്കി. എന്താ കാര്യം? കുനിഞ്ഞു നോക്കിയത് അവളുടെ രോഗം എന്താണെന്ന് പരിശോധിക്കാനായിരിക്കാം. ഇന്ന് രാത്രി പറയട്ടെ, ഗിലെയാദിലൊരു വൈദ്യനുണ്ട്, രോഗമറിയുന്നൊരു വൈദ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. ഇന്ന് രാത്രി നമ്മുടെ രോഗം എന്താണെന്ന് അറിയാൻ കുനിഞ്ഞു നോക്കി കണ്ടുപിടിക്കുന്ന ഒരുവൻ നമ്മുടെ വീട്ടിലുണ്ട്. അവരുടെ പേര് നാസറേത്തിലെ യേശു. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് കുനിഞ്ഞ് നോക്കി എന്ന് കാണുകയാണ്. കുനിഞ്ഞു നോക്കി രോഗം കണ്ടുപിടിച്ചു. എൻ്റെ യേശു വന്നാൽ ഒരു കാര്യമുണ്ട്, രോഗം കണ്ടുപിടിക്കുന്നത് കർത്താവാണ്. കണ്ടുപിടിക്കുക മാത്രമല്ല, അവൻ അവളുടെ ജ്വരത്തെ എന്ത് ചെയ്തു? ശാസിച്ചു. മൂന്നാമത്തെ കാര്യം, അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അവൻ എന്ത് ചെയ്തു? ശുശ്രൂഷ ചെയ്തു. പ്രത്യേകമായിട്ട് ദൈവമക്കൾ ഓർക്കണേ, കർത്താവിനെ ശുശ്രൂഷിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യമില്ലെങ്കിൽ എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. സൗണ്ട് വേണ്ടേ പാസ്റ്റർക്ക്? ഞാൻ ചോദിച്ചോട്ടെ, ആരോഗ്യമില്ലാത്ത പാസ്റ്ററെ എത്ര നാൾ സഹിക്കും? തളർന്നു പോയി പാസ്റ്റർ, 5-6 മാസമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തു. അടുത്ത ട്രാൻസ്ഫറിന് മുമ്പ് കമ്മിറ്റി കൊടുക്കും, ഞങ്ങൾക്ക് ആരെ വേണം? പുതിയ പാസ്റ്ററെ വേണം. പുതിയ പാസ്റ്റർ പാസ്റ്റേജിലോട്ട് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഈ പാസ്റ്റർ ഇവിടുന്ന് മാറണം, പാസ്റ്റേജിൽ നിന്ന് മാറണം. വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും മാറിയേ ഒക്കത്തുള്ളൂ. ആരോഗ്യം പോയാൽ മനുഷ്യർക്ക് വേണമെന്ന് എത്ര സ്നേഹം ഉണ്ടെങ്കിലും വേണമെന്നില്ല. ഇവിടുന്ന് നമ്മുടെ സഹോദരിമാരൊക്കെ വിദേശത്തേക്ക് പോയിട്ട് അമ്മമാരെയെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. പാപം അമ്മച്ചി സഭായോഗത്തിന് തെറ്റി സാക്ഷ്യം പറയും. കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറി. എൻ്റെ മക്കളുടെ നന്മ കാണും, വിദേശത്ത് പോകും, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ പോകും, അടുത്ത ആഴ്ച പോകുക. എൻ്റെ പൊന്നമ്മച്ചി സ്നേഹക്കുള്ളിൽ കൊണ്ടുപോകല്ല, ബേബി സിറ്റിങ്ങിന് കൊണ്ടുപോവുക. എന്നോടൊരമ്മച്ചി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ബേബി സിറ്റിംഗ് ആയിരുന്നെങ്കിൽ സഹിക്കായിരുന്നു, പട്ടി സിറ്റിങ്ങിനാണ് എന്നെ കൊണ്ടുപോയത്. ബേബിയെ നോക്കാനല്ല, പട്ടിയെ നോക്കാനാണെന്ന്. ആരോഗ്യം ഇല്ലെങ്കിൽ കൊണ്ടുപോകുമോ? അമ്മച്ചിക്ക് വല്ലതും പറ്റിപ്പോയാൽ ബോഡി എങ്ങനെ എത്തിക്കും? അവിടെ ഇൻഷുറൻസ് ഇല്ല, വലിയ പാടാ. ആരോഗ്യമുള്ളവരെ മതി. എന്നാൽ കിടന്നവളെ കുനിഞ്ഞു നോക്കി രോഗത്തെ കണ്ടെത്തി അതിനെ ശാസിച്ച് എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവം അവിടുന്ന് വന്നാൽ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു കിട്ടും. ഇന്ന് രാത്രി നമ്മുടെ വചനം മറക്കരുത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. തീമാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കും. അജാനബാഹുവായ ആരോഗ്യ ദൃഢകത്തനായിരുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തായ പിതാവ്, വളരെ സ്നേഹിതനാണ്, നല്ലൊരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് കുറേ നാളായി ശക്തി പോയി, നടക്കാൻ പാട്, സ്റ്റെപ്പ് കയറാൻ. ഞാനത് മരുന്നൊന്നുമില്ല, രോഗത്തിന് കാര്യമായ മരുന്നുകളില്ല. ഞാനദ്ദേഹത്തോട് പറഞ്ഞു, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരവും 10 ഗുളിക ഈ പറയുക. യെശയ്യാവ് 40 വാക്യമാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ക്ഷീണിച്ചു പോകാതെ
തളർന്നു പോകാതെ നടക്കും. കഴിഞ്ഞ 4-5 വർഷമായി ഈ ഗുളിക മാത്രം കഴിച്ച് ആ മനുഷ്യൻ ഇന്നും നടപ്പുണ്ട്. എങ്ങനെയുണ്ട്? ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. ഇത് മാത്രം ഗുളിക. ഇന്ന് രാത്രി ദൈവിക ആരോഗ്യം. എന്തിന്? അവന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ. സ്തോത്രം, 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 സ്തോത്രം. യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. എന്തിന്? കുനിഞ്ഞ് നോക്കാൻ, നിന്റെ രോഗത്തെ, നമ്മുടെ രോഗത്തെ കണ്ടെത്താൻ, അതിനെ ശാസിക്കാൻ, എന്നിട്ട് എഴുന്നേൽപ്പിച്ച് അവൾ എഴുന്നേറ്റ് അവന് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവിക ആരോഗ്യം യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ വചനം ഉറക്കെ പറഞ്ഞേ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. സ്തോത്രം. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കും. ഈ രാത്രിയിൽ ഒരു ദൈവിക ആരോഗ്യത്തിന്റെ പുതുക്കം. സ്തോത്രം, സ്തോത്രം. ഈ കരിസ്മ കൺവെൻഷനിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ സഹകുടുംബങ്ങളുടെ മേലും ഒരു ആരോഗ്യത്തിന്റെ പുതുക്കം, ശക്തിയെ പുതുക്കും. വിശ്വസിച്ച് വചനം പറഞ്ഞേ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും, ക്ഷീണിച്ചു പോകാതെ നടക്കും. സ്തോത്രം, 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 സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എൻ്റെ മനസ്സിൽ ശക്തമായ നിയോഗം തരുന്നു. അസ്ഥികളുടെ മേൽ ദൈവിക ആരോഗ്യത്തെ കർത്താവ് അയക്കും. അസ്ഥികളുടെ മേൽ ദൈവത്തിൻ്റെ ആരോഗ്യത്തെ അയക്കും. യേശുവിൻ്റെ നാമത്തിൽ കഠിന ജ്വരങ്ങൾ, കഠിന രോഗങ്ങളെ മാറ്റുന്ന ദൈവിക ആരോഗ്യം, ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം തരും. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിളരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. സ്വന്തം പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ഇന്നും കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഇന്നും കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്നും യേശു വന്നാൽ രോഗസൗഖ്യമുണ്ടാകും. യേശു വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. അവർ മരണവാതിലിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ വിടുവിച്ചു. അവരെ കുഴികളിൽ നിന്ന് കരേറ്റി. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയോ മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അടുത്ത വാദം എല്ലാവരും ചേർന്ന് പറഞ്ഞേ, നിന്റെ സകല രോഗങ്ങളെയും സുഖപ്പെടുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കാണ്. അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. അവൻ കുനിഞ്ഞു നോക്കി കഠിന ജ്വരത്തെ ശാസിച്ചു. അവൾ എഴുന്നേറ്റ് അവന് ശുശ്രൂഷ ചെയ്തു. അവൾ എഴുന്നേറ്റ് അവൻ എന്ത് ചെയ്തു? ശുശ്രൂഷ ചെയ്തു. കർത്താവ് നമ്മുടെ രോഗത്തെ സുഖപ്പെടുത്തും. കർത്താവിന് വേണ്ടി ഓടാൻ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ ഈ രാത്രി ദൈവത്തോട് ആരോഗ്യം ചോദിക്കണം. യേശുവേ, എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആരോഗ്യം തരണം, എനിക്ക് ആരോഗ്യം തരണം, എനിക്ക് ആരോഗ്യം തരണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ച്, കരമുയർത്തിപ്പിടിച്ച് തങ്ങളുടെ വ്യക്തിപരമായ ശാരീരിക പ്രയാസങ്ങളെ ദൈവത്തോട് സമർപ്പിക്കാം. ഒപ്പം തന്നെ നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യ മേഖലകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, അവർ അവൾക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അത്ഭുതം ചെയ്തെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അകലെ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ള ദൈവമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. നോക്കൂ, യേശു ആ വീട്ടിൽ വരികയാണ്. ഇനി നാം മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത് അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം, അതിൻ്റെ 54 മുതലുള്ള വാക്യങ്ങൾ.
അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ കാണുന്നു, 41. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരേണമെന്ന് അവനോട് അപേക്ഷിച്ചു. നോക്കൂ, ആ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കുകയാണ്. ആരാണ് യേശുവിനെ ക്ഷണിക്കാൻ ഇവിടെ വന്നത്? യായിറോസ്. യായിറോസിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ആരായിരുന്നു? പള്ളിപ്രമാണിയായിരുന്നു. ഈ പള്ളിപ്രമാണി ചെയ്തൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ പരസ്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. ആരുണ്ടെന്ന് ഓർത്തില്ല, ആരാ അവിടെ നിൽക്കുന്നു തോന്നിയില്ല. എന്തോ വീണു? കാൽക്കൽ വീണു. ചിലപ്പോഴെല്ലാം കാൽക്കൽ വീഴാൻ നമുക്ക് മടിയാണ്. പക്ഷേ ഈ അപ്പൻ മകൾക്ക് വേണ്ടി എന്ത് ചെയ്തു? കാൽക്കൽ വീണു. അവന് ഏകദേശം 12 വയസ്സ് പ്രായമുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. ഇതെന്നെ വളരെ ധ്യാനിപ്പിക്കുന്നൊരു കാര്യമാണ്. വേദപുസ്തകത്തിലെ ചില ഭാഷകൾ, ചില കാര്യങ്ങൾക്ക് സന്ദേശങ്ങളുണ്ട്. ഇവിടെ ഒരു കുഞ്ഞിൻ്റെ പ്രായം എഴുതിയിരിക്കുന്നു. എത്ര വയസ്സ് പ്രായം? 12 വയസ്സ്. 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്. ഇനി മറ്റൊരു പ്രായം നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രായം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37, ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസെഫിന് 17 വയസ്സായപ്പോൾ. യോസെഫിന് എത്ര വയസ്സ്? 17 വയസ്സ്. എന്തിനാണ് ഈ പ്രായം എഴുതിയിരിക്കുക? പ്രായം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ കാര്യത്തിൽ 12 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി. യോസെഫിൻ്റെ പ്രായം എത്ര? 17 വയസ്സ്. യോസെഫിന് 17 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ അപ്പൻ അവനെ, യാക്കോബ് 17 വയസ്സ് വരെ അപ്പൻ്റെ കൂടായിരുന്നു. അവനെ വിട്ടു, നീ ശേഖേമിൽ പോകണം, ചേട്ടന്മാരുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ചേട്ടന്മാരുടെ ജോലി എന്താ? ആടിനെ മേയ്ക്കുക. ജോസഫിൻ്റെ പ്രായം എത്ര? 17 വയസ്സ്. അന്ന് 17 വയസ്സ് കഴിഞ്ഞപ്പോഴുള്ള പ്രൊഫഷണൽ കോഴ്സായിരുന്നു ഫാമിംഗ് പഠിക്കുക എന്നുള്ളത്. ആടിനെ വളർത്തുക. വെറ്ററിനറി ഡോക്ടറാ. അന്ന് എല്ലാവർക്കും 2 പ്രൊഫഷനേ ഉള്ളൂ. ഒന്ന് കന്നുകാലി, അഗ്രികൾച്ചർ, മറ്റൊന്ന് വെറ്റിനറി. ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. 2 പ്രൊഫഷനാണ് കർത്താവ് കൊടുത്തിരിക്കുക. ഒന്ന് കന്നുകാലി വളർത്തലും മറ്റൊന്ന് ആടിനെ വളർത്തലും. തെളിവ്, ആബേൽ ആരായിരുന്നു? ആട്ടിടയൻ. കായീൻ ആരായിരുന്നു? കൃഷിക്കാരൻ. 2 തൊഴിലുകളാണ് വേദപുസ്തകത്തിലെ തൊഴിലുകൾ. ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച തൊഴിലുകളാണ്, അല്ലേ? അതാണ് ബേസിക്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് കൊച്ചിലെ സ്കൂളിലൊക്കെ പ്രസംഗമൊക്കെ കഴിയുമ്പോൾ ഒന്നീ പറയും ജയ് ഭാരത് മാത, അല്ലെങ്കിൽ എന്തോ പറയുമായിരുന്നു, ജയ് ജവാൻ ജയ് കിസാൻ. പറഞ്ഞവർ ഓർമ്മയുണ്ടോ? പഠിച്ചത് ജയ് ജവാൻ ജയ് കിസാൻ. ജവാനും കിസാനും ജയ്. കിസാൻ ആരാ? കർഷകൻ. ജയ് ജവാൻ ജയ് കിസാൻ, ഇല്ലേ? അപ്പോൾ കർഷകരാണ് ഭൂമിയുടെ നിലനിൽപ്പ്. കൃഷിയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കയ്യും കൂപ്പി പറയുക, പിള്ളേർ പുറത്ത് പോയിട്ട് ഇവിടുത്തെ കൃഷിയെല്ലാം സ്ഥലമെല്ലാം വിറ്റ് കളഞ്ഞേക്കരുത്. ചുമ്മാ ഇപ്പം പിടിവലയ്ക്ക് വിൽക്കുക. ആരുണ്ടെന്ന് അവിടെ കിടക്കട്ടെ, ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. ആർക്കെങ്കിലും പോച്ച വളർത്താൻ കൊടുത്താൽ മതി. വസ്തു വിറ്റാൽ പിന്നെ അവസാനം കഴിക്കാൻ കൊതിക്കും 2 ചേന വെക്കാൻ. അതുകൊണ്ട് ഉള്ള വസ്തു വിറ്റ് കളയരുത്. ഉള്ള വസ്തു വിറ്റ് കളയരുത്, പ്ലീസ്, കളയരുത്. അവിടെ കിടക്കട്ടെ, 2 ചേന വെക്കാം, 2 വാഴ വെക്കാം, എന്നെങ്കിലും ഒരിക്കലും ഒരു കൊല വെട്ടാം. അപ്പോൾ അതുകൊണ്ട് ജോസഫിനെ വിട്ടു. പ്രായം എത്ര? 17. ശേഖേമിൽ പോയി ചേട്ടന്മാരുടെ അടുക്കൽ. നമ്മുടെയും പ്രശ്നം അതാണ്. എത്ര വയസ്സാകുമ്പോൾ +2 കഴിയും? പറമോളെ. 17. അത് കഴിയുമ്പോൾ എങ്ങോട്ട് പോയി? പോയി. എവിടോട്ടാണ് ഇവൻ പോയത്? ശേഖേമിൽ ചെന്നപ്പം ചേട്ടന്മാരെ കണ്ടില്ല. ഈ ശേഖേമിൽ പോകാൻ ഒരു കാര്യം കാണണം. ഇവൻ അവിടെ എഴുതിയിരിക്കുക, ശേഖേമിൽ എന്ത് ചെയ്തു? ചുറ്റിക്കറങ്ങി. ഈ ശേഖേമിനൊരു സ്ഥല പ്രശ്നമുണ്ട്. 35-ാം അധ്യായത്തിൽ ഇവരുടെ ഒറ്റ പെങ്ങളെ ഉള്ളായിരുന്നു. പെങ്ങളുടെ പേരെന്താ? ദീന. ദീനായിക്ക് ഒരു ദീനം പിടിച്ചു. അവൾ പറഞ്ഞു, ഐ ആം എ ഫെമിനിസ്റ്റ്. ചേട്ടന്മാർക്ക് ഒറ്റയ്ക്ക് കറങ്ങാമെങ്കിൽ എനിക്കും എങ്ങനെ പോകണം?
കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചായൻ പറഞ്ഞു ആങ്ങളമാരെ ആരെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആങ്ങളമാരുടെ പെങ്ങളാണ് ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് പോയപ്പോൾ ശേഖേമിലെ ഒരുത്തൻ പിടിച്ച് അവളെ വഷളാക്കി. അപ്പോൾ അവിടെ 2 സഹോദരന്മാർ ലേവി യഹൂദയും വന്ന് ഒരു കള്ളത്തരം ഒപ്പിച്ച് ആരെ കൊന്നു? ശേഖേമിലെ ആൺപിള്ളാരെ എല്ലാം കൊന്നു. പിന്നെ അവിടെ ആരേ ഉള്ളൂ? പെൺപിള്ളാരേ ഉള്ളൂ. അവിടാണ് ആര് കറങ്ങുന്നത്? ജോസഫ്. പ്രായം 17. എവിടെ കറങ്ങുന്നു? ശേഖേമിൽ. ജോലി വൈനോട്ടം. കറങ്ങുകയാണ്. പ്രായം എൻ്റെ വാക്കല്ല, വേദപുസ്തകത്തിലെ വാക്കാ. അങ്ങനെ 17 ജോസഫ് കറങ്ങി. 12 ആര് മരിച്ചു? യായിറോസിൻ്റെ മകള് മരിപ്പറായ ദീനം വന്നു. 12 വയസ്സ്. 12 വയസ്സെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമാണ്. 12 കഴിയുമ്പോഴാണ് കൗമാരം തുടങ്ങുക. ടീനേജ്. വാട്ട് യു മെൻ ബൈ ടീനേജ്? വാട്ട് യു മെൻ ബൈ ടീനേജ്? എന്താ പറയുക? ടീനേജ് ടീനിൽ അവസാനിക്കുന്നതാണ്. 13, 14, 15, 16, 17 അപകടമാണ്. അതാ ജോസഫ്. 18, 19 രക്ഷപ്പെട്ടു. ഇതിനകത്ത് 13 വയസ്സ് ആകാൻ പോകുമ്പോൾ കൊച്ചു മരിച്ചു. ചുരുക്കത്തിൽ ഈ 13 കഴിയുമ്പോൾ ഒരു മരണമുണ്ടാകും. 12, 13 ഒരു മരണമുണ്ടാകും. ഇന്നലെ വരെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. നിനക്കെന്താ പറ്റി? കുളിക്കാൻ കയറിയ കൊച്ച് ഒരു ടാങ്ക് വെള്ളം തീർത്താലും ഇറങ്ങി വരത്തില്ല. നീ അവിടെ എന്തോടുക്കുവാടി? ചായൻ ബഹളം, അമ്മ ബഹളം, ഇടിയോടിടി, അവൾ ഇറങ്ങത്തില്ല. പ്രായം എത്ര? 12. ആദിവ്യാധി. ആ സമയത്താണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകും. എന്താ ജനറേഷൻ ഗ്യാപ്പ്? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വലിയ ബഹളമൊന്നും വെക്കണ്ട. കൊച്ചു പറഞ്ഞു ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ കിടക്കാൻ പോവുക. അപ്പോൾ അമ്മ എന്താ പറഞ്ഞു? ഇവിടെ നിന്ന് ഒരുത്തിയും കിടക്കാൻ വേറെങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവളെന്തോ പറഞ്ഞു? പിന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് പോകത്തില്ലെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു എന്ത് ചെയ്യും? പോകുമെന്ന് പറഞ്ഞു. ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇല്ല ആൻഡ് പിന്നെ. ഇല്ല ആൻഡ് പിന്നെ. ആൻഡ് ദാറ്റ് ഗ്യാപ്പ് ഈസ് നോൺ ആസ് ജനറേഷൻ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് എക്കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ആയി? അങ്ങ് കൂടി. കൊച്ചു ഫോണിൽ ഇരിക്കുന്നു. ഇവളെന്തോ എടുക്കുക? എനിക്കും അറിയാൻ വയ്യാത്ത കാര്യമായി. ഇവളെന്തോ വർത്താനം പറയുന്നു. ഈ അടുത്തിടയ്ക്ക് ഒരു കൊച്ചിനോട് ഞാൻ പറഞ്ഞു നീ കുറേ കൂടെ അപ്പനോട് വർത്താനം പറയണം, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നോ സബ്ജക്റ്റ്. എത്ര നേരമാണ് അപ്പനോട് വർത്താനം പറയുക? നോ സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ ഒരു പ്രത്യേക ആവശ്യം ഉണ്ടായിട്ട് 3 മണിക്ക് ഞാൻ ഇവൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ ഫോൺ ചെയ്തിട്ടെല്ലാം കിടുകിടാന്ന് എൻഗേജിലാണ്. എനിക്ക് അവസാനം ഞാൻ അവൻ്റെ ജനലിലേക്ക് ഇട്ട് തല്ലിയപ്പോൾ ഇവൻ തുറന്നു. അപ്പോൾ ഇവൻ്റെ ഫോൺ പഴുത്തിരിക്കുക. വയസ്സ് 16, 17. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എൻ്റെ പെണ്ണിനെ വിളിക്കുക. 12 മണിക്ക് തുടങ്ങിയ വിളിക്കുക. ഇവന് സബ്ജക്റ്റ് ഇല്ല അപ്പനോട് മിണ്ടാൻ. ഇവൻ ഈ 12 മണി തൊട്ട് എന്താ സംസാരിച്ചേ? ഹമാസ് ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചാണ്. 2024 നടക്കുന്ന ലോകസഭാ ഇലക്ഷനിൽ നടക്കാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ചാണ്. ഇവരെന്താ ഈ 3 മണിക്കൂർ വർത്തമാനം പറഞ്ഞ്? എൻ്റെ അത്ഭുതമാണ് എന്താ വർത്തമാനം പറഞ്ഞ്. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ ഗ്യാപ്പില്ല. സബ്ജക്റ്റ് ഉണ്ട്. ആരോടില്ല? അപ്പനോടില്ല, അമ്മയോടില്ല, വീട്ടിൽ കൂടപ്പുറപ്പിനോട് വർത്തമാനം പറയാനില്ല. അവരോട് വർത്തമാനം പറയാൻ സബ്ജക്റ്റ് ഉണ്ട്. ഗ്യാപ്പ് വൈഡൻ ചെയ്യുമ്പോൾ കുഞ്ഞു മരിച്ചു എന്ന് തോന്നി. പക്ഷേ എൻ്റെ യേശു വന്നപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞു ഇനിയും കാര്യമില്ല, പോയി പോയി പോയി. യേശു ഒരു വാക്ക് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല. പ്രിയരെ, ഇവിടെ എല്ലാവരും പറയുന്നു തലമുറകളെല്ലാം പോയേ. അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ അത് സുവിശേഷമല്ല. അത് സുവിശേഷമല്ല. സുവിശേഷം പറയുന്ന ഒറ്റ കാര്യമുണ്ട്, ബാല മരിച്ചിട്ടില്ല.
അതാണ് സുവിശേഷം. എന്താ അതിൻ്റെ അർത്ഥം? വീണ്ടെടുക്കാനാവാത്തതുപോലെ ഒറ്റ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല. സഭ വിശ്വസിക്കണം. പോയെന്ന് പറയാൻ നമുക്കില്ല. നമ്മൾ പറയുന്നത് ബാലം മരിച്ചിട്ടില്ല, യേശു വരും, കൈ വെക്കും, മരിച്ചതുപോലെ കിടക്കുന്നത് എഴുന്നേക്കും, അവളുടെ ആത്മാവ് അവളിൽ മടങ്ങി വരും, തലീഥ കൂമി എന്ന് പറയും, കുഞ്ഞ് എഴുന്നേക്കും. എല്ലാവരും പ്രാർത്ഥിച്ച് അല്പസമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ബാല മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. ബാല മരിച്ചിട്ടില്ല സഹോദര, ബാല മരിച്ചിട്ടില്ല. ഒരു കുഞ്ഞും നിന്റെ നഷ്ടപ്പെട്ടിട്ടില്ല. സഭയെ ദൈവം ഏൽപ്പിച്ച ഒറ്റ കുഞ്ഞും പോത്തില്ല. പോയതുപോലെ നമുക്ക് തോന്നും, മരിച്ചെന്ന് നമുക്ക് തോന്നും, എന്നാൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടില്ല. യേശു വരും, അവന്റെ വായിൽ നിന്നൊരു വാക്ക് വരും, തലീഥ കൂമി, ബാല എഴുന്നേൽക്കുക. സ്തോത്രം 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 സ്തോത്രം. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച്. യേശു വരുന്നുണ്ട് വീട്ടിലേക്ക്. എന്തിനാ? കൗമാര ചാപല്യങ്ങളിൽ മരിച്ചുപോയ, പ്രാർത്ഥനയിൽ മരിച്ചുപോയ, ആത്മീയത്തിൽ മരിച്ചുപോയ നമ്മുടെ പൈതങ്ങളെ എഴുന്നേൽപ്പിക്കാൻ അവിടെ മേൽ ജീവൻ. ഈ അസ്ഥികൾ ജീവിക്കുമോ? ആർക്കറിയാം? പ്രവാചകനോട് പറഞ്ഞു ഊതുക, പ്രവചിക്കുക, കാറ്റടിക്കും, അസ്ഥികൾ ജീവിക്കോ. അതൊരു സൈന്യമായി എഴുന്നേക്കും. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തോട് കണ്ടുകൊണ്ട് ഇന്ന് ഫോണിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന, രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന നമ്മുടെ മക്കൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചുകൊണ്ട് മുഴങ്കാലി ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് നാം കാണുമെന്ന് വിശ്വസിക്കുന്നവർ സ്തുതിച്ചാരാധിച്ച്. ഇന്ന് രാവിലെ യോഗത്തിന് വിടാൻ ബഹളം വെച്ച് നാം ആരച്ച് വിളിച്ചു കൊണ്ടിരുന്നവർ നാം വരുന്നതിന് മുമ്പ് യോഗത്തിന് വന്നിരിക്കുന്ന ദിവസം ഉണ്ടാകും. കൈയടിക്കാൻ പറയുമ്പോ വായി നോക്കി കണ്ണും കയ്യും കെട്ടി നിർവികാരനായി നിൽക്കുന്നത് കണ്ട് മനപ്രയാസപ്പെട്ടിരിക്കുന്ന മാതാവെ, തുള്ളിച്ചാടി ആരാധിക്കുന്നത് നിങ്ങൾ കാണും. മാതാവ് അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണും. എന്തിന്? എന്റെ യേശു വരും. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്ത്. യേശു വന്നു, ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചു. അവിടെ ഒരു കാര്യം കൂടെ എന്നെ അത്ഭുതപ്പെടുത്തു. യേശു ബാലന്റെ അപ്പനെ അമ്മയെ അല്ലാതെ ആരെയും അകത്ത് വരാൻ എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. ഈ അകത്ത് വരുന്നവർ എന്തിനായിരിക്കാം വരുന്നേ? ഒറ്റ കാര്യത്തിനാ മക്കളെ, ആദ്യം ഫോട്ടോ എടുത്തിടാൻ. ചത്തെന്ന് നമ്മൾ കഴിപ്പിലും കണ്ടിട്ടില്ലേ? ചാത്തുന്ന് കേൾക്കുമ്പോൾ എന്തോ എടുക്കും? ഫോട്ടോ എടുക്കും. നീലപ്പുതപ്പ് അതോ പച്ചപ്പുതപ്പ് പുതപ്പിച്ച് ആശുപത്രിയിൽ നിന്ന് സ്ട്രെച്ചറെ ഉന്തിക്കൊണ്ട് വരുന്ന ശവത്തെ നിന്ന് സെൽഫി എടുക്കുന്നത് ഞാൻ കണ്ടു. ശവത്തോടൊപ്പം നിന്ന് എന്തെടുക്കുക? സെൽഫി. എൻ്റെ പൊന്നെ, പിള്ളേർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഒരുക്കപ്പെടാത്ത ഒരു ബോഡിയിൽ മറ്റൊരാൾ കാണുന്ന ആർക്കും ഇഷ്ടമില്ല. എൻ്റെ യേശുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു നേർക്കാഴ്ചയല്ലാത്ത കാഴ്ച ലോകം കാണരുതെന്ന് നമ്മളെക്കാട്ടിലും നിർബന്ധമുള്ള ഒരാൾ യേശുവാണ്. സ്തോത്രം. നമുക്കാണ് ഇത് കാണാൻ ഇഷ്ടം. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ നഗ്നത, ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് ലോകം അറിയരുതെന്ന്, നാളെ ഇത് 12 ചത്തുപോയ രോഗമുള്ള കൊച്ചാണെന്ന് കല്യാണം ആലോചിക്കുമ്പോൾ നാട്ടുകാരറിയരുതെന്ന് നമ്മളെക്കാട്ടി നിർബന്ധമുള്ള ഒരാളുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ രഹസ്യം പുറത്തറിയരുതെന്ന്, അപമാനിക്കപ്പെടരുതെന്നും, ഭാവിക്ക് കേടുവരരുതെന്ന്, ഭാവിക്കൊരു ദുർവർത്തമാനം പരക്കരുതെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, അവിടുത്തെ ആ സംസ്കാരം സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും കടംപെട്ടവരാണ്. അപ്പം 12കാരൻ്റെ കാര്യയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇന്ന് രാത്രി പറയട്ടെ, എൻ്റെ യേശു വന്നാൽ കുഞ്ഞെഴുന്നേറ്റ് വരും. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഉപമകളുണ്ട്. ഒരാൾക്ക് എത്ര ആട്? 100 ആട്. എത്ര പോയി? 1 പോയി. ഞാൻ പലപ്പോഴും ഇത് പ്രസംഗിക്കുന്നൊരു കാര്യമാണ്. ഒരമ്മയ്ക്ക് എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ.
എന്നാൽ മൂന്നാമത്തെ ഉപമ ഇതാണ്. ഒരാൾക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 2. ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല, ഉണ്ട് 2. ഇവിടെ ഗൗരവമായൊരു കണക്ക് നമ്മൾ കാണണം. ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു, 1 പോയി. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ്? 100-ൽ 1 പോയി. ദ പെർസെൻറ്റേജ് 1%. ഒരമ്മയ്ക്ക് 10 ദ്രഹ്മ, 1 പോയി. പെർസെൻറ്റേജ് 10. ഒരപ്പന് 2 മക്കൾ, 1 പോയി. എത്ര പെർസെൻറ്റേജ്? 50%. കഥ പുരോഗമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര ശതമാനം വരെ നഷ്ടപ്പെടാം? 50% നഷ്ടപ്പെടാം. പക്ഷെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതല്ല സുവിശേഷം, കണ്ടെത്തിയെന്ന് പറയുന്നതാണ് സുവിശേഷം. 50% പോയെന്നല്ല, 100% പിടിച്ചെടുത്തു. പിടിച്ചെടുത്തു. ഒരപ്പൻ അവിടെ ഉണ്ടായിരുന്നു, ഒരിടയൻ അവിടെ ഉണ്ടായിരുന്നു, ചൂലെടുത്ത് അടിച്ചു വാരിയ ഒരമ്മയുണ്ടായിരുന്നു. തിരിച്ചു വരുത്താൻ എൻ്റെ ദൈവം വിശ്വസ്തന. മുഴുവൻ തലമുറകളെയും ദൈവകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, കരമുയർത്തി പത്തനംതിട്ട ജില്ലയിലുള്ള സകല യുവാക്കളെയും യുവതികളെയും ഇന്നിവിടെ ഇരിക്കുന്ന സകല മക്കളെയും അവരുടെ ഇവിടെ വരാത്ത മക്കളെയും സകല മാതാപിതാക്കളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഇരുകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, ആവോളം ഉയർത്തി പേര് പറഞ്ഞ് സമർപ്പിച്ച്, മക്കളെ, കൊച്ചുമക്കളെ, നമ്മുടെ സഹോദര മക്കളെ, നമ്മുടെ സഭയിലുള്ള മറ്റു പ്രത്യേകിച്ച് അന്യപ്പെട്ടു പോയി ഇച്ചിരി വഴിതെറ്റി പോയിട്ടുണ്ടെന്ന് തോന്നുന്ന സകലതിനെ, കർത്താവേ എവിടെയോ ഒരു ചുറ്റിക്കളി ഉണ്ട്, ഇച്ചിരി സങ്കടത്തിലാണെന്ന് തോന്നുന്ന സകലതിനെയും യേശുവിൻ്റെ കരത്തിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ച്, പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച്. കുഞ്ഞുങ്ങൾ ചില കൂട്ടുകാരെ തകർന്നു എന്ന് പോകും. നിങ്ങൾക്കറിയാം, അവരിങ്ങനെയാണ്, അവർ ലഹരി എടുക്കുന്നുണ്ട്, അവർ ചില ബന്ധത്തില്ല, അത് കുഴപ്പത്തില്ല. അങ്ങനെയുള്ളവരെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ യേശുവേ യേശുവേ, വിദ്യാഭ്യാസത്തിൽ മരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയാതെ വിദ്യാഭ്യാസ ഭാവി അടഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കട്ടെ, 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 ജീവിക്കട്ടെ. ആത്മീയമായി കൃപാവരങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ അന്യഭാഷ നഷ്ടപ്പെട്ടത്, ആത്മാവിൽ മരിച്ചത് യേശുവിൻ നാമത്തിൽ ജീവിക്കട്ടെ. ഇന്നത്തെ കൺവെൻഷൻ കേൾവിയല്ല, ഇതൊരു പോരാട്ട രാത്രിയാണ്. ഞാൻ പിന്തുടരും, പിടിക്കും, എൻ്റെ കൊള്ള പങ്കിടും, ആശ പൂർത്തീകരിക്കും. എന്നാൽ 112 പറയുന്നു, ദുഷ്ടൻ്റെ ആശ നശിക്കും, ദുഷ്ടൻ്റെ ആശ നശിക്കും. സ്വത്രം 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 സ്വത്രം. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ പൂർത്തീകരിക്കോ. 112 ദുഷ്ടൻ്റെ ആശ നശിക്കോ. എന്നാൽ ഇതാ യഹോവയെ അന്വേഷിക്കുന്നവന്റെ തലമുറ, യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. ഞങ്ങളുടെ മേൽ പകർന്ന അങ്ങയുടെ ആത്മാവും ഞങ്ങളുടെ വായി തന്ന വചനങ്ങൾ ഞങ്ങളുടെ വായിന്നോ സന്തതിയുടെ വായിന്നോ സന്തതിയുടെ വായിന്നോ അറ്റുപോകത്തിലെന്ന് പറഞ്ഞ വചനം യേശുവിൻ നാമത്തിൽ നിന്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരുന്ന തൈ പോലെ, നിന്റെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തുണ പോലെ, നയ്യം പട്ടണത്തിലെ വിധവയുടെ മകന്റെ മഞ്ചത്തെ തൊട്ടിട്ട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞ ഫലീത്ത കുമി എന്ന് പറഞ്ഞ ആ ശബ്ദം കരിസ്മ ക്രൂസേഡിൽ മുഴങ്ങട്ടെ. കുടുംബങ്ങളിൽ ഇന്ന് രാത്രി ആ ശബ്ദം മുഴങ്ങട്ടെ. ശബ്ദ റിഗനർ വാശിയോട് പ്രാർത്ഥിച്ച്, വിട്ടുകൊടുക്കരുത്, 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 വിട്ടുകൊടുക്കരുത്. റഗന അന്തല രത്തന രക്കന രക്കന റിക്കന രാജക ആത്മാവിൽ പോരാടിക്ക്. ഒരപ്പനാണ് കൊച്ചിന് വേണ്ടി പോയി കിടന്ന്. സകല പിതാക്കന്മാരും പ്രാർത്ഥിക്കണം. ശകനം ദിഗനം രഗജം രഗനം ശകനം ദിഗനം രഗജം ദഗനം ധാരം ധേരം അത്വരി ശങ്കലക രന്തല റിഗജക രബനക രന്തല റിഗന ധാരം. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അന്തര ജാനക രന്തല രേജിക രപ്തല രാജക റിഗജക രംത. പിടിച്ചു മേടിക്കണം, പിടിച്ചു മേടിക്കണം, പിടിച്ചു മേടിക്കണം.
നാം കാണുന്നുണ്ട്. അപ്പൻ ആടിനെ പിടിച്ച് മേടിച്ചതുപോലെ. നഷ്ടപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല. മഞ്ചത്തെ തൊടും, കയ്യെ പിടിക്കും, വനിത കൂപ്പിത് പറയും. ധേരം 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 ധേരം. കർത്താവേ, ജീവിപ്പിക്കണേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ബാല മരിച്ചിട്ടില്ല. യേശു കർത്താവ് വന്നപ്പോൾ ആ കുഞ്ഞ് ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവ് വന്നപ്പോൾ അവിടെ പറഞ്ഞു, യേശു പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ട്. ബാല മരിച്ചിട്ടില്ല. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചൊന്ന് പറഞ്ഞേ, വീണ്ടെടുക്കാൻ കഴിയാത്തതുപോലെ ഒരു കുഞ്ഞും മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. യേശു വരും. ബാല മരിച്ചിട്ടില്ല. ഉറക്കെ പറ, ഉറക്കെ പറഞ്ഞേ, ബാല മരിച്ചിട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ, ബാല മരിച്ചിട്ടില്ല. ബാല മരിച്ചു പോയെന്ന് പറയുന്നത് സുവിശേഷമല്ല. ഞാൻ ഈ രാത്രി ഇവിടെ നിൽക്കുന്നത് ദുർവർത്തമാനം പരത്താനല്ല, പേടിയുടെ കാര്യം പറയാനല്ല, സുവിശേഷം പറയാനാണ്. സുവിശേഷം പറയുന്നു, ബാല മരിച്ചിട്ടില്ല. ഇരു കരങ്ങളെ ശിരസിന്റെ മുകളിൽ ഉയർത്തി വിശ്വസിച്ച് കരങ്ങളെ അടിച്ച് ഉറക്കെ പറ, 10 പ്രാവശ്യം പറ, ബാല മരിച്ചിട്ടില്ല, ബാല മരിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. യേശു വരും, വരും, വരും. ഒരു തലമുറ എഴുന്നേക്കും. പത്തനംതിട്ട ജില്ലയിൽ ഒരു യുവ സൈന്യം എഴുന്നേക്കും. സ്വത്രം, 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 സ്വത്രം. ആ റിക്ക റെക്ക റഗജ രൽദ രഗജെ ദേനെ ദഗഡെ അത്തുരി ജാനം ഷൈഡം ദേനെ. യേശു വരും, യേശു വരും, യേശു വരും, യേശു വരും, യേശു വരും. അത്ഭുതം നടക്കും, മരിച്ചവർ ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോവേൽ പ്രവചനം നിവൃത്തിയാകും. എന്താണ് യോവേൽ പ്രവചനം പറയുക? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, നമ്മുടെ പുത്രന്മാരും പുത്രിമാരും. ഉറക്കെ പറ, നമ്മുടെ പുത്രന്മാരും പുത്രിമാരും, നമ്മുടെ പുത്രന്മാരും പുത്രിമാരും, നമ്മുടെ പുത്രന്മാരും പുത്രിമാരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യോ? പ്രവചിക്കും. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെല്ലാം ഒരിക്കലൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത് അധ്യായം. അവിടെ ഒരു ഭവനത്തെ കാണുകയാണ്. 7 മുതലുള്ള വാക്യങ്ങൾ. പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടെന്ന ഉടുപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. ഇവിടെ ഒരു വീടിനെ കാണുകയാണ്. യേശു പെസഹ ഒരുക്കിയ വീട്. പെസഹ കുഞ്ഞാലിനെ അറക്കുന്ന രാത്രി ആയപ്പോൾ
നിങ്ങൾ പോയി പെസക കഴിപ്പാൻ ഒരുക്കുവിനെന്ന് പറഞ്ഞു. എവിടെയാണത് ഒരുക്കേണ്ടത്? യേശു പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ നിങ്ങൾക്ക് എതിർപ്പെടും. ചോദിക്കണം. ഗുരു ചോദിക്കുന്നു, പെസക കഴിപ്പാനുള്ള ശാല എവിടെയും ചോദിക്കും. അവൻ നിനക്ക് എന്ത് കാണിച്ചു തരും? വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക. പ്രിയരെ, അവിടെ യേശു പെസക ആചരിക്കുകയാണ്. എന്താണത്? ഒരു വീട് ഒരു പ്രാർത്ഥനയ്ക്കായി വിരിച്ചൊരുക്കപ്പെട്ടിരിക്കുകയാണ്. യേശുവിന് വരാനും ശിഷ്യർക്ക് വരാനും പെസക ആചരിക്കാനും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് രാത്രി ചോദിക്കുന്നു, നമ്മുടെ വീട് വിരിച്ചൊരുക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുള്ള ഒരു വീടാണോ? അവർ കാണിച്ചു തന്നു വിരിച്ചൊരുക്കിയ ഒരു സ്ഥലം. വിരിച്ചൊരുക്കിയ ഒരു സ്ഥലം എന്തിന്? യേശുവിനും വരാൻ, ശിഷ്യർക്ക് വരാൻ, പ്രാർത്ഥന കഴിക്കാൻ വിരിച്ചൊരുക്കിയ ഒരു സ്ഥലം. ഈ രാത്രിയിൽ ആ ചോദ്യം ചോദിക്കുകയാണ്, നമ്മുടെ വീട് യേശുവിന് വേണ്ടി വിരിച്ചൊരുക്കിയിട്ടുണ്ടോ? ഗുരു അന്വേഷിക്കുന്നു. ഗുരു ചോദിക്കുന്നു, എവിടെയാണ് ഞാൻ പെസഹ ആചരിക്കേണ്ടത്? വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക. വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക. എന്നാൽ മറ്റൊരു വീട് നാം കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത് അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 57 മുതലുള്ള തിരുവചനങ്ങളിൽ കയ്യഫാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. യേശു കർത്താവിനെ ഗതസമനയിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം 3 മതകോടതികളിൽ രാത്രി കൊണ്ടുപോയി. 1 ഹന്നാസിൻ്റെ വീട്, 2 കയ്യഫാവിൻ്റെ അരമന വീട്, ബിഷപ്പ് ഹൗസാണ്, മഹാപുരോഹിതൻ്റെ വീടാണ്, 3-ാമത്തേത് സന്നദ്ധി സംഘം. കയ്യഫാവിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ വച്ച് എന്ത് സംഭവിച്ചുവെന്ന് 67-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അപ്പോൾ അവർ അവന്റെ എന്ത് ചെയ്തു? മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവന്റെ കന്നത്ത് അടിച്ചു. യേശുവിന്റെ കന്നത്തടിച്ച വീട്. യേശുവിനെ മുഷ്ടി കുത്തി അവന്റെ ചെകിട്ടത്തടിച്ച വീട്. അവനെ കന്നത്തടിച്ചു, തുപ്പി, ചുരുട്ടി കുത്തി, കന്നത്തടിച്ചു. നിന്നെ തല്ലിയത് ആരെന്ന് ചോദിച്ചു. ഈ വീട് കയ്യഫാവിന്റെ വീടാണ്. യേശു അടിക്കപ്പെട്ട വീട്. ഇന്നും ചില വീടുകളിൽ യേശു അടിക്കപ്പെടുന്നുണ്ട്. എങ്ങനെ? നമ്മൾ പരസ്പരം പോർ വിളിക്കുമ്പോൾ, അസഭ്യം പറയുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ ആരവിടെ അടിക്കപ്പെടുക? യേശു അടിക്കപ്പെടുകയാണ്. ക്ഷമിക്കണം. രാജപൂവക്കാല പാസ്റ്റർ എന്നോട് പ്രത്യേകം ക്ഷമിക്കണം. ക്ഷമിക്ക ചോദിച്ചുകൊണ്ട് പറയുക, ഞാൻ പല വിശ്വാസ ഭവനത്തിലും ചെന്ന് കയറുമ്പോൾ സംഭാഷണ മധ്യേ കേൾക്കുന്ന ഒരു വാക്കാണ് എൻ്റെ അമ്മയെ കെട്ടിക്കാനെന്ന്. ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ചില തല കുനിച്ചു, പല്ലും പറയുന്നതാ. അമ്മയെ കെട്ടിക്കാനെന്ന് പറഞ്ഞാൽ ആര് ചാകണമെന്ന് അതിൻ്റെ അർത്ഥം. അമ്മയെ കെട്ടിക്കണേ, ആര് ചാകണം? ആലോചിക്കുക അല്ലേ? അപ്പുറത്തെ അച്ചാൻ ചത്ത അമ്മയെ കെട്ടിക്കത്തില്ല. അമ്മയെ കെട്ടിക്കണേ, ആര് ചാകണം? ആ വീട്ടിലെ അച്ചായൻ ചാകണ്ടേ? അങ്ങേര് തന്നെയാണ് പറയുക, എന്നെ കൊല്ലാൻ. സത്യമല്ലേ? അച്ചായൻ ചാകാതെ അമ്മയെ കെട്ടിക്കാൻ ഒക്കൂ? ഇല്ല. മേലിൽ ആ വാക്ക് പറഞ്ഞേക്കെല്ലാവരും. എന്താ കാര്യം? അച്ചായനെ കൊല്ലാനാ പറയുന്നത്. നമ്മുടെ ഓരോ വാക്കും ചിലപ്പോൾ യേശുവിനെ അടിക്കുക. പരസ്പരം പോർ വിളിക്കുമ്പോൾ യേശു അടിക്കപ്പെടുന്നുണ്ട്. പരസ്പരം ഭാര്യ വീട്ടുകാരെ കുറ്റം പറയുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ, കർത്തദാസൻ, ഞാൻ ഒരിക്കൽ വിദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ട് വന്നു. തിരുവല്ലയിലല്ല, റാന്നിയിൽ. കുഴപ്പമില്ലല്ലോ, തിരുവല്ലക്കാരുടെ കാര്യമല്ല, എൻ്റെ സഭയിൽ. ഞാൻ വിദേശത്ത് പോയി വന്നപ്പോൾ സന്തോഷത്തോടെ പോയ സഭയുടെ കാര്യങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ചു. പിറ്റേ ദിവസം തിങ്കളാഴ്ച എൻ്റെ ഏറ്റവും പ്രാണപ്രിയ സുഹൃത്തായിരുന്ന RSSൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന എൻ്റെ വാത്സല്യ സഹപാഠിയും സുഹൃത്തും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇല്ലായിരുന്നോ? ഇല്ല. ഞായറാഴ്ച രാവിലെ വേദപുസ്തകമൊക്കെ വായിച്ച് നല്ല പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, നിനക്കെന്നടാ? അല്ലാതെ യാത്രാ വിവരണം കൊണ്ട് ഞായറാഴ്ച കയറരുത്. ഞാൻ ചോദിച്ചു, നിനക്കെന്നെ പറ്റി? നീ എന്ത് പറ്റി? അല്ലടാ, നിൻ്റെ യോഗം കഴിഞ്ഞാൽ നിൻ്റെ കുറേ വിശ്വാസികൾ എൻ്റെ ഓട്ടോയിലാണ് പോയത്.
കയറിയപ്പം തൊട്ട് അവർ പറയുന്നു, അവൻ പോയിട്ട് വന്നിട്ട് അവൻ പോയ വിശേഷം കേൾക്കാനാണോ ഞാൻ പോയെന്ന്. അവൻ വല്ലതും കൊണ്ടുവന്നെങ്കിൽ അവൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയാൽ പോരെ. ഇവരാ ഓട്ടോ ഇരുന്ന് പറയുന്നത് ആര് കേട്ടു? എൻ്റെ RSSകാരൻ സുഹൃത്ത്, എൻ്റെ പ്രാണ സ്നേഹിതൻ, അവൻ എന്നെ ഉപദേശിച്ചു, മേലിൽ പറയരുത്. ഗതികേട് ഓർത്തോനെ. അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നതെല്ലാം ആർക്കിട്ട് അടിക്കുക? കന്നത്തടിക്കരുത്. നമ്മുടെ വീട് കയ്യപ്പാവിൻ്റെ വീടാകരുത്. പകരം നമ്മുടെ വീട് വിരിച്ചൊരുക്കിയ വന്മാളികയുടെ വീടാകണം. ഏത് വീടാ നമ്മുടെ വീട്? ഏത് വീടാ നമ്മുടെ വീട്? കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിരിച്ചൊരുക്കിയൊരു വീടാണ് യേശുവിന് വരാൻ. അതോ ഉപദേശിയുടെ കുറ്റം പറയുന്ന വീടാണ്? സഹവിശ്വാസികളുടെ കുറ്റം പറയുന്ന വീടാണ്? ഇതെല്ലാം കേൾക്കുന്ന ഒരു തലമുറ നാളെ എന്തായിത്തീരും? അവർക്കിത് താല്പര്യമില്ലാത്ത കാര്യമാണ്. എനിക്ക് ഇന്നത്തെ തലമുറയോട് വലിയൊരു സന്തോഷമുണ്ട്, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എന്നാ കാര്യം എന്നറിയാം? അവർക്ക് ഈ പരദൂഷണം കേൾക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ? ഇല്ല. ആമേൻ പറഞ്ഞ നല്ല പിള്ളേർ, സല്യൂട്ട്. അവർക്ക് ഈ കുഞ്ഞായ്മയും കുശുമ്പും ഇഷ്ടമില്ല. ഉണ്ടോ? ഇല്ല, ഇല്ല. അപ്പുറത്തെ ആളുടെ കുറ്റം പറഞ്ഞ അമ്മ എൻ്റെ പൊന്നമ്മ ഒന്ന് നിർത്താവാം, അയ്യ നാണം കേട്ട. അവർക്ക് ഇഷ്ടമില്ല. അതിന് ഞാൻ ഈ തലമുറയ്ക്ക് വാഴ്വ്, സല്യൂട്ട്, സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. എന്താ കാര്യം? അവർക്ക് ഈ കാര്യത്തിൽ ഇഷ്ടമില്ല. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയും. പറയത്തില്ലേ? ഞാനൊരു സഭയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു പയ്യനോട് ചോദിച്ചു, അപ്പോൾ അവിടെ നിന്നോടെല്ലാം പറഞ്ഞു നല്ല പ്രസംഗമായിരുന്നു. എന്നോട് ആ പയ്യൻ പറഞ്ഞു, അങ്കിൾ ട്രൂലി സ്പീക്കിംഗ് ഇറ്റ് വാസ് ടു ബോറിങ്. ഞാൻ അവനൊരു ഉമ്മ കൊടുത്തു. കാരണം അവൻ സത്യം പറഞ്ഞു. എല്ലാം പറയാനുണ്ടേ മുഖത്ത് നോക്കി പറയണേ. അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് പറയല്ലേ, ചീത്ത വിളിക്കല്ലേ, വേണ്ടാതിനം പറയല്ലേ, യേശുവിനെ അടിക്കുക. നമ്മുടെ വീട് വിരിച്ചൊരുക്കിയൊരു വീട്. യേശു അന്വേഷിക്കുന്നു, എവിടാ വരണ്ടേ? എൻ്റെ വീട്ടിൽ. അങ്ങ് വരാൻ വിരിച്ചൊരുക്കിയൊരു വീട് എൻ്റെ വീട്. വന്നാട്ടെന്ന് പറയുന്ന വീടുകളായി. ഒരിക്കലും യേശു അടിക്കപ്പെടുന്ന വീടാകണ്ട. യേശുവിനെ കന്നത്തടിക്കുന്ന, മുട്ടി ചുരുട്ടി കുത്തുന്ന, അസഭ്യം പറയുന്ന വീടാകണ്ട. പകരം വിരിച്ചൊരുക്കപ്പെട്ടൊരു വീട്. കരമുയർത്തി പ്രാർത്ഥിച്ച് യേശു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞ് ജീവിക്കും. ജീവിക്കും. തലീത കുമി എന്നൊരു വാക്ക് പറയും. അത്ഭുതം നടക്കും. കണക്കുകൾ തെറ്റിയിടത്ത് അത്ഭുതങ്ങൾ നടക്കും. കുനിഞ്ഞു നോക്കി രോഗത്തെ കണ്ടെത്തി, ജ്വരത്തെ ശാസിച്ച് എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിക്കും. അതെ, യേശു വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. യേശു വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു, കണക്കുകൾ തെറ്റിയിടത്ത് ഞങ്ങളുടെ യേശു വന്നിട്ടുണ്ട്. യേശു വന്നാൽ മേത്തരമായ വീഞ്ഞായിട്ട് മാറും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ യേശു വരണം. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് യേശു വരണം. ഈ രാത്രി ഞങ്ങളുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിവാഹമോചനത്തിൻ്റെ ആ ദുഷ്ടാത്മാവേ, കുടുംബങ്ങളെ തകർക്കുന്ന ദുഷ്ട അരൂപി ശക്തി ഈ ദേശത്തുനിന്ന് വിട്ടുപോകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഉന്നം വെച്ചിരിക്കുന്ന, അതിനോട് ഞങ്ങൾ സന്ധിയില്ല പോരാട്ടം. ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഉന്നം വെച്ച, പരസ്പരം പോരടിപ്പിച്ച് കയ്യപ്പാവിൻ്റെ വീടാക്കി വിരിച്ചൊരുക്കപ്പെട്ട വീടുകളെ മെസ്സാക്കാൻ ദുഷ്ടൻ പ്ലാൻ ചെയ്തിരിക്കുന്നിടത്ത് ഇന്ന് രാത്രി ഞങ്ങൾ അത്ഭുതങ്ങളെ കാണുന്നു. മേത്തരമായ വീഞ്ഞിൻ്റെ അനുഭവമായി മാറുമല്ലോ. യേശു വന്നാൽ അത് സംഭവിക്കുമല്ലോ. യേശു വന്നാൽ അത്ഭുതങ്ങൾ നടക്കുമല്ലോ. യേശു വന്നാൽ അവസ്ഥ മാറുമല്ലോ. അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശു വന്നിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ. യേശു വന്നാൽ അവസ്ഥ മാറും. യേശു വന്നാൽ അത്ഭുതം നടക്കും. അത് ഞങ്ങൾ വിശ്വസിച്ച് സ്തുതിക്കുന്നു. അങ്ങയുടെ കർത്താവേ, ആ അനുഭവങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. കയ്യോഫാവിൻ്റെ വീടാകണ്ട,
വിരിച്ചൊരുക്കപ്പെട്ട സ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പരസ്പര സഹകരണം കൊണ്ട് വിരിച്ചൊരുക്കപ്പെട്ട യേശു വന്നാൽ ഇരിക്കാൻ പാകത്തിൽ ഒരുക്കപ്പെട്ട വീടുകളായി മാറണം. സമർപ്പിക്കുന്നു യേശുവിൻ നാമം തന്നെ. യേശു വന്ന വീടുകളിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. യേശു വന്നാൽ അത്ഭുതം നടക്കും. അത്ഭുതം യേശുവിൻ നാമ ഈ ഭൂവിലെന്നു ഉയർത്തിടാ. അത്ഭുതം